الرحمن الرحيم يحكم على عباده بالعدل والإحسان مالك يوم الدين يحكم على عباده بالعدل والإحسان وأشهد أن لا إله إلا الله وحده لا شريك له شهادة تدخلنا دار الإحسان وأشهد أن سيدنا ومولانا محمدا عبده ورسوله صلى الله على سيدنا محمد وعلى آله وصحبه وسلم تسليما كثيرا كثيرا اللهم يا واجب الوجود ويا واهب الخير والجود ويا غاية كل مقصود أفل علينا أنوار رحمتك ويسر لنا الوصول إلى كمال معرفتك وأفوض أمري إلى الله وأفوض أمري إلى الله إن الله بصير بالعباد. ഞാൻ ആദ്യം തന്നെ അത് പറഞ്ഞ ധാരണ ഷൗക്കത്ത് പറഞ്ഞുകൊണ്ട് എനിക്കിത് ആവർത്തിക്കാൻ താല്പര്യമില്ല. ഷൗക്കത്ത് പറഞ്ഞതുകൊണ്ട് ഏതായാലും കഴിഞ്ഞ വർഷം 2 പുസ്തക മതപ്രഭാഷണം മഴയിൽ കുളിച്ചു നിൽക്കുമ്പോൾ മഴയത്ത് ഞാൻ ഇവിടെ വരുമ്പോൾ 200ഓളം ആളുകൾ കസേര തലയിൽ പിടിച്ച മഴയത്തും പോകാതെ എന്നെ ഒന്ന് കാണാൻ ഇവിടെ നിന്നപ്പോ എന്തെങ്കിലും പറഞ്ഞിട്ടേ പോകാവൂ എന്ന് പറഞ്ഞപ്പോ മൈക്ക് അനൗൺസ്മെന്റ് ചെയ്യുന്നത് മാതിരി ഒരു കോഡ് മൈക്കിൽ ഞാൻ അന്ന് സംസാരിച്ച് പോകുമ്പോ സൗഖ്യത്തിന്റെ ഉപ്പ അന്ന് സുഖമില്ലാതെ കിടപ്പിലാണ്. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ഏതാണ്ട് 10 വർഷത്തിനപ്പുറം, 10 അല്ല, ഏതാണ്ട് 10 വർഷത്തിനപ്പുറമുള്ള ബന്ധമാണ്. പ്രശസ്തനാകുന്നതിന് മുമ്പ് തന്നെ ഇവിടം വരെ വന്നിട്ട് 10 വർഷം മുമ്പ് എനിക്ക് ഒരു അതിഥി സൽക്കാരം നൽകി അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പിതാവിനെ കാണാതെ പോകൽ ഒരു സൗഹൃദമല്ല എന്ന് കരുതി അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി വാപ്പാക്ക് വേണ്ടി ദുആ ചെയ്തൊരു കട്ടൻ ചായ കുടിച്ചു പോയി. പിറ്റേ ദിവസം പോലെ മണ്ണാർക്കാട് വാക്ക് വിവാഹത്തിന് കൊടുത്തിട്ട് പൈസ കൊടുക്കാത്ത ഒരു ഷൗക്കത്തിന്റെ വീട്ടിൽ പോയി കുത്തിയിരുന്നു. അവസാനം പിന്നെ വാപ്പ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തു കൊടുത്തത് പരിഹരിച്ചു. ഒരു പൈസ പോലും, ഒരു രൂപ പോലും ഞാൻ കഴിഞ്ഞ പരിപാടിക്ക് വാങ്ങിക്കാതെയാണ് പോയത്. ഷൗക്കത്തിനോട് വണ്ടിക്കൂലി പോലും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഉണ്ടെങ്കിൽ റഹ്മയുടെ ഭാരവാഹികൾ ആരെങ്കിലും ഉണ്ട് ഇവിടുന്ന് എഴുന്നേറ്റ് ധൈര്യമായിട്ട് പറഞ്ഞു. ഞാനത് ആവർത്തിക്കണമെന്ന് ആഗ്രഹിച്ചില്ല. ഷൗക്കത്ത് അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ ഒരു മനസ്സിന്റെ വിഷമം പറഞ്ഞിട്ട് ഞാൻ ഓർത്തതാണ്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു ഇന്നും അതേപോലെ തന്നെ അന്നാ പറഞ്ഞവർ തന്നെ ഇന്ന് നമ്മുടെ മൈക്ക് സാക്ഷൻ 11 മണി വരെ ആക്കുന്നതിൽ അവർ പരിപൂർണമായി വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് 11 മണിയാകുമ്പോൾ പോലീസ് അത് നിർത്തണമെന്ന് കർശനമായ നിർദ്ദേശമുണ്ട്. 11 മണി വരെ പ്രസംഗമുള്ളൂ. അതുകൊണ്ട് കൂടുതൽ ആമുഖങ്ങളൊന്നുമില്ല. നല്ലൊരു വിഷയം പറയണമെന്ന് വിചാരിച്ച് ഞാൻ രാവിലെ ഒരു കുത്തിയിരുന്ന് ഒരു 3 പേപ്പർ കമ്പ്യൂട്ടറിൽ ടൈപ്പൊക്കെ ചെയ്ത് കൊണ്ടുവന്നാണ്. ഇനിയിപ്പോ എന്താ പറയാ, ചെറു ആമുഖങ്ങൾ മാത്രം പറയാനല്ലാതെ. ഏതായാലും ഈ ഒരു പ്രതികൂല കാലാവസ്ഥയിൽ ഇത്രയും ഒരു തടിച്ചുകൂടിയ സദസ്സ്, ദാരിമി പറഞ്ഞതുപോലെ ഈ മതപ്രസംഗത്തിന് കൊളുത്തിക്കൊടുത്ത വെളിച്ചം ഇപ്പോഴും അണഞ്ഞിട്ടില്ല എന്നതിന്റെ ഒരു വലിയ അടയാളമാണ്. ഇന്നത്തെ ഈ പ്രതികൂല കാലാവസ്ഥയിൽ നാനാഭാഗത്തും ചുറ്റുഭാഗത്തൊക്കെ മഴയാണ്. എന്നിട്ടും ഇത്രയേറെ ആളുകൾ, ആ നിൽക്കുന്ന ആളുകളും കൂടെ ആ കസേര ഒരു 10 കസേര, ഒരു 20 കസേര കാലി ഉണ്ടാവും. അതിലൊന്ന് ഇരുന്നാൽ ഇവര് കൊടുത്ത വാടക നാളെ വെറുതെ ആവൂല. നിങ്ങൾ വെറുതെ നിൽക്കണ്ട. കസേര നിറഞ്ഞും വീണ്ടും നിൽക്കാനുള്ള ആളുകളുണ്ട്. ഒന്ന് വന്നവിടെ ഇരിക്കീൻ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. 11 മണിയാകും ഇൻഷാ അല്ലാഹ് നമ്മുടെ വാള് അവസാനിക്കും. കൂടുതൽ ആമുഖങ്ങളൊന്നുമില്ലാതെ ഞാൻ എന്റെ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. 11 മണി വരെ പറ്റൂ എന്ന് പറഞ്ഞ ആളുകൾ തന്നെയാണ് കഴിഞ്ഞ വർഷം കഥകൾ ഉണ്ടാക്കിയത്. ഏതായാലും അവർക്ക് പൂർണ്ണമായി
മനസ്സിലൊരു സന്തോഷമുണ്ടാകും. പ്രസംഗം തുടങ്ങി 11 മണിയാകുമ്പോ ഒന്ന് ദുആ ചെയ്യാൻ പോലും പറ്റിയില്ലല്ലോ അള്ളാഹുവേ എന്ന് വിചാരിച്ച് 10,000 പ്രാഗി ഇറങ്ങിപ്പോകുമ്പോ അതൊന്നും വെറുതെ ആവില്ല എന്ന് ഒളിച്ചു നിന്ന് കേൾക്കുന്ന ശബ്ദത്തിന്റെ കുതന്ത്രങ്ങളുടെ കുചേലന്മാരോടും ശൃഗാല ബുദ്ധികളുടെ ഉടമസ്ഥരോടും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വിഷയത്തിലോട്ട് കിടക്കാൻ അള്ളാഹു നാം ഏവരെയും സ്വീകരിക്കുമാറാകട്ടെ. ഖുർആൻ നമ്മോട് സംസാരിക്കുന്നു എന്നതാണ് വിഷയം. ആദ്യം തന്നെ എന്റെ പ്രസംഗം നോൺ സ്റ്റോപ്പാണ്. 11 മണിക്കുള്ളിൽ, അതായത് 1 മണിക്കൂറും 11:30 അല്ലേ. എന്നെ ജയിലിട്ടാലും കുഴപ്പമില്ല. പ്രസംഗിക്കനാക്കിയ കേസ് വരും. എന്റെ ഭാര്യ മക്കളെ കൂടെ ഉണ്ട്, അവരുടെ കൂടെ വീട്ടിൽ പോകാനുള്ള. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ഇവരൊക്കെ ഇവിടുത്തെ വലിയ പുള്ളികളായിട്ട് അവർ വെറുതെ വിടും. മങ്ങകലയെന്ന് വന്ന് എന്നെ പിടിക്കും. കൂടുതൽ ആമുഖങ്ങളൊന്നും ഇല്ലാതെയല്ല ഞാൻ എന്റെ വിഷയത്തിലേക്ക് 1 മണിക്കൂറും 20 മിനിറ്റുമാണുള്ളത് കൊണ്ട് ആദ്യം തന്നെ ഈ പരിപാടി വലിയ ഒരു നഷ്ടത്തിലേക്കാണ് പോകുന്നത്. എല്ലാവരും 11:30 പിടിക്കാതിരിക്കാൻ ഞങ്ങൾ വായിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി ഞാൻ എന്റെ വിഷയത്തിലോട്ട് കടക്കുകയാണ്. ഈ തിരക്കിന്റെ ഇടയിലും നമ്മുടെ ഈ പരിപാടിക്ക് എത്തിച്ചേർന്ന ബഹുമാനനായ സയ്യിദ് സാബിഖ് അലി ശിഹാബ് തങ്ങൾ അല്ലാഹു ആയുരാരോഗ്യ സൗഖ്യം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിലും കുടുംബത്തിലും അല്ലാഹു എല്ലാവിധ ഐശ്വര്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി ഞാൻ എന്റെ വിഷയത്തിലോട്ട് കടക്കുകയാണ്. അല്ലാഹു നാം ഏവരെയും സ്വീകരിക്കുമാറാകട്ടെ. ഖുർആൻ നമ്മോട് സംസാരിക്കുന്നു എന്നതാണ് നമ്മുടെ വിഷയം. ആ വിഷയം പൂർണ്ണമായി പറയാനുള്ള ഒരു സാഹചര്യം നമ്മുടെ മുമ്പിൽ ഇല്ല എങ്കിലും നമുക്കെല്ലാവർക്കും ഈ വന്നിരുന്ന സമയം ഒരല്പം പോലും നഷ്ടമാവാതെ അള്ളാഹുവിന്റെ ഖുർആൻ നമ്മോട് സംസാരിച്ച പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇപ്പോഴും ചെറുതായി ചാറ്റൽ മഴ പെയ്യുന്നുണ്ട്. എല്ലാവരും പരമാവധി സഹകരിക്കുക. മഴ നനഞ്ഞിട്ടാണ് ഈ സമൂഹം ഇവിടെ ഇരിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സിന്റെ കളി കാണാൻ പോലും ഇങ്ങനെ ഇരിക്കില്ല. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ 6600 പരം വരുന്ന ആയത്തുകൾ, 114ഓളം വരുന്ന സൂറത്തുകൾ, അതിൽ ഉപമകൾ, ഉൾപ്രേക്ഷകൾ, കൽപ്പനകൾ, നിരോധനങ്ങൾ എന്ന് വേണ്ട അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ പ്രതിപാദനത്തിന് ഏതൊക്കെ ശൈലിയെ സ്വീകരിച്ചിട്ടുണ്ടോ അതെല്ലാം അല്ലാഹു അവന്റെ അടിമകളോട് സംസാരിക്കുന്നതാണ്. ലോകത്തിന്റെ പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളോട് ഏതൊക്കെ നിർദ്ദേശങ്ങളും ഏതൊക്കെ കൽപ്പനകളും കൊടുക്കണം അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ടോ ആ കൽപ്പനകളും നിരോധനങ്ങളും അടിമകളോട് അല്ലാഹു നേരിട്ട് സംസാരിക്കുന്നതാണ് വിശുദ്ധമായ ഖുർആൻ. ആ ഖുർആനിലെ ഓരോ താക്കീതുകൾ യാ അയ്യുഹല്ലദീന ആമനു എന്ന ഓരോ ഗുരുനാഥവും അവന്റെ വിശ്വാസികളോടുള്ള അള്ളാഹുവിന്റെ വർത്തമാനമാണ്. യാ അയ്യുഹന്നാസ് എന്ന അഭിസംബോധന ചെയ്ത് അള്ളാഹു പറയുന്നത് ഈ ലോകത്തുള്ള മുഴുവൻ മാനവരാശിയോട് അള്ളാഹു നേരിട്ട് സംസാരിക്കുന്നതാണ്. അവിടെ ഭർത്താക്കന്മാരോട്, ഭാര്യമാരോട്, വിശുദ്ധരായ പ്രവാചകന്മാരെ അഭിസംബോധന ചെയ്ത് അള്ളാഹു സംസാരിക്കുന്നുണ്ട്. സ്ത്രീ സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു സംസാരിക്കുന്നുണ്ട്. ഈ കാണുന്ന എല്ലാ നാമധാരകളും, എല്ലാ താക്കീതുകളും, എല്ലാ നിരോധനങ്ങളും അവന്റെ അടിമകളോട് എന്ത് പറയണമെന്ന് അല്ലാഹു തീരുമാനിച്ചുവോ ആ തീരുമാനിച്ച അല്ലാഹുവിന്റെ തീരുമാനത്തെ ഒരു വിശ്വാസി ഖുർആൻ ഓതുമ്പോൾ അവന്റെ മനസ്സിലുണ്ടാകേണ്ട തീരുമാനം, എന്റെ തമ്പുരാൻ എന്നോട് നേരിട്ട് സംസാരിക്കുകയാണ്, ഞാൻ അവന്റെ കൽപ്പനകൾ കേൾക്കുകയാണ്, ഞാൻ അവന്റെ നിരോധനങ്ങൾക്ക് ചെവി കൊടുക്കുകയാണ് എന്ന ഒരു ബോധത്തോടുകൂടി വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴാണ് അതൊരു വിശ്വാസിയുടെ സമൂഹത്തെ സാംശീകരിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേദഗ്രന്ഥമായി മാറുക. ഞാനിവിടെ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സംസാരിക്കുന്നുണ്ട്. എല്ലാവരോടും, ദുഃഖിതരോട്, സന്തോഷം വന്നവരോട്, വിശ്വാസികളോട്, പൊതുജനങ്ങളോട്, കച്ചവടക്കാരോട്, കുടുംബനാഥനോട്, ഭർത്താവിനോട്, ഭാര്യയോട്, സ്ത്രീയോട്, കൗമാരക്കാരോട്, അധികാരിയോട്, നേതാവിനോട്, പ്രജയോട്, അടിമയോട്, ഉടമയോട്, പണ്ഡിതനോട്, പാമരനോട്, തൊഴിലാളിയോട്, മുതലാളിയോട്, അധികാര സ്ഥാനത്തുള്ളവരോട്, ഏകാധിപതികളോട്, സർവാധിപതികളോട്, സ്വച്ഛാധിപതികളോട്, വംശാധിപതികളോട്, അധികാരത്തോട്, ജനാധിപത്യത്തോട്, സോഷ്യലിസത്തോട്, ഡെമോക്രസിയോട് എന്ന് വേണ്ട ലോകത്തിലെ ഏതൊക്കെ നിലനിൽപ്പുകളുണ്ടോ, ഏതൊക്കെ തലങ്ങളുണ്ടോ അവിടേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്നത് നേരിട്ടാണ്. സമയത്തിന്റെ പരിമിതി കൊണ്ട് വിശാലമായ ഒരു വിശദീകരണത്തെ കുറുക്കിക്കാച്ചി എന്റെ മുമ്പിൽ നിൽക്കുന്ന സമൂഹത്തിനോട് ഏറ്റവും പ്രധാനപ്പെട്ട തിരിഞ്ഞു പോകുമ്പോൾ എന്തെങ്കിലും കൈത്താരിയിൽ ഒരു വെളിച്ചമായി കൊണ്ടുപോകാൻ കഴിയുന്ന ചിന്താശകലങ്ങളിലേക്ക് ഞാൻ എന്റെ വിഷയത്തെ കൊണ്ടുപോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശ്വാസികളോട് സംസാരിക്കുന്നുണ്ട്. ഞാൻ ഏറെ സാഹചര്യങ്ങളോട്
വിഷയങ്ങളോട് സമരസപ്പെട്ട് താതാത്മ്യം പ്രാപിച്ച് ഞാനൊരു വിഷയം പറയുമ്പോൾ നമ്മളെല്ലാവരും ആശങ്കാകുലരാണ്. നമ്മെ സംബന്ധിച്ചോളം അല്ലാഹു ഖുർആൻ നേരിട്ട് സംസാരിക്കുകയാണ്. ഒരു ചെറിയ സൂറത്തുൽ ളുഹാ, അതാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത്. നാം എല്ലാവരും ആന്തരികമായി, സാമൂഹികമായി, രാഷ്ട്രീയപരമായി, സാമ്പത്തികപരമായി നാം എല്ലാവരും ഉത്കണ്ഠാകുലരാണ്. നമ്മുടെ രാഷ്ട്രീയമായ സാഹചര്യങ്ങൾ, അധികാരികളുടെ ഓരോരോ സമവാക്യങ്ങൾ, നോട്ട് നിരോധനം, ഏക സിവിൽ കോഡ്, ശരീഅത്ത് സംരക്ഷണം എന്ന് വേണ്ട നാളെ ഈ ഭാരത രാജ്യത്തിൽ എങ്ങനെയാണ് ജീവിക്കാൻ കഴിയുക എന്നൊരു ആശങ്കയിൽ ദുഃഖിതരായി നാം എല്ലാവരും ജീവിക്കുകയാണ്. നോട്ട് നിരോധിച്ചതോടുകൂടി വാതു പരമ്പരകൾ പോലെ നട്ടത്തിലായി. ബക്കറ്റി ആളുകളെ പൈസ ഇടില്ല. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ആവരുത്. നിങ്ങൾ പുതിയ 2000 ആണേലും കുഴപ്പമില്ല. പുതിയ 2000ന്റെ നോട്ടും കെട്ടിയ പെണ്ണും ഒരേപോലെയാണ്. അത് ആദ്യം കിട്ടുമ്പോ എന്താ രസം അതിനെ കാണുമ്പോ. 2000ന്റെ പുതിയ നോട്ടും കെട്ടിയ പെണ്ണും ഒരേപോലെയാണ്. ആ 2000ന്റെ നോട്ട് ആദ്യം കയ്യിൽ കിട്ടുമ്പോ അതിന്റെ റോസ് കളറും ഒരു മനം വയപ്പിക്കുന്ന ഗന്ധവും ഒക്കെ കാണുമ്പോ എന്താ തുള്ളിച്ചാട്ടം. ആദ്യം പെണ്ണ് കെട്ടിയ മാതിരി. പിന്നെയാണ് അറിയുന്നത് ഇത് മാറ്റിയെടുക്കാൻ പറ്റൂല. ആദ്യം കെട്ടുമ്പോ വലിയ തുള്ളിച്ചാട്ട, പിന്നെ മനസ്സിലാക്കി ഇത് മാറ്റിയെടുക്കാൻ പറ്റുന്ന സാധനമല്ല, കുറച്ച് പാടുപെട്ടാലേ പറ്റൂ. അതുകൊണ്ട് എല്ലാവരും അതിൽ കാര്യമായി സഹായിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ലോകത്തിന്റെ മുഴുവൻ ആളുകളും അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞതുപോലെ നമ്മുടെ സാഹചര്യം ഏതാണ്? നമ്മുടെ ആ സാഹചര്യം അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞതുപോലെ ഗതകാല സമൂഹത്തിന്റെ ഒരു സാഹചര്യം. ആ സാഹചര്യത്തിൽ അള്ളാഹുവിന്റെ സഹായം പോലും എപ്പോഴാണ് കിട്ടുക എന്ന രീതിയിൽ വിശ്വാസി സമൂഹം അള്ളാഹുവിന്റെ മുമ്പിൽ ആശങ്കപ്പെട്ട ഒരു സാഹചര്യം സഹാബാക്കളുടെയും പ്രവാചകന്മാരുടെയും കാലഘട്ടത്തിൽ കടന്നുപോയിട്ടുണ്ട്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞതുപോലെ أن تدخلوا الجنة ولما يؤتكم مثل الذين خلوا من قبلكم مستهم البأساء والضراء وزلزلوا حتى يقول الرسول والذين آمنوا معه متى نصر الله. ലോകത്തിന്റെ 1000 പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും വിട്ട് നാം ഉടരുമ്പോ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മോട് സംസാരിക്കുകയാ. ഖുർആൻ നിങ്ങളോട് ചോദിക്കുന്ന വിശ്വാസികളെ, നിങ്ങൾ എന്തിനാണ് ദുഃഖിതരാകുന്നത്? എന്തിനാണ് നിങ്ങൾ ആശങ്കാകുലരാകുന്നത്? അള്ളാഹുവിന്റെ വിശാലമായ സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് കടന്നു പോകാമെന്ന് നിങ്ങൾ വിചാരിക്കുകയാണ്. ഏതുവരെ വരമ്മായെത്തിക്കും നിങ്ങളുടെ മുൻഗാമികളായ ആളുകൾ പരിശുദ്ധമായ ദീനിന്റെ നിലനിൽപ്പിന്റെ പോരാട്ടത്തിന്റെ രണവീതിയിൽ പങ്കെടുത്തപ്പോൾ അവരെ അനുഭവിച്ച പീഡനങ്ങളും താടനങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കാതെ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകുമെന്ന് നിങ്ങൾ വിചാരിക്കുകയാണോ? ഏതുവരെയാണ് സഹാബത്തുകളെ അള്ളാഹു പരീക്ഷിച്ചത്? അള്ളാഹു പറയാതെ അവരുടെ ശരീരവും ഹൃദയവും അല്ലാതെ വിറക്കപ്പെട്ടു പോയി. ഭൂമി വിറക്കുന്നത് പോലെ അവരുടെ ഹൃദയവും അവരുടെ ശരീരവും വിറച്ചുപോയി. എതിരാളികളുടെ എന്തെങ്കിലും തകർക്കാൻ വരുന്ന എതിരാളികളുടെ വണ്ണത്തിന്റെയും വലിപ്പത്തിന്റെയും ഗൂഢബന്ധത്തിന്റെയും മുകളിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്തുകൾ വെച്ചുപോയപ്പോ അവസാനം അവർ മനസ്സുകൊണ്ട് ചോദിക്കേണ്ടി വന്നു, അല്ലാഹുവേ മത്താ നസ്റുല്ലാഹ് മത്താ നസ്റുല്ലാഹ്. അള്ളാഹുവിന്റെ സഹായം വരുന്നതെപ്പോഴാണ്? ആകാശലോകത്തിന്റെ അനന്തതയിൽ നിന്ന് പടച്ച തമ്പുരാന്റെ അനുഗ്രഹവും സഹായവും ഈ ഉമ്മത്തിൽ ലഭിക്കുന്നത് എങ്ങനെയാണെന്ന് എന്നാണെന്ന് ആത്മകഥം ചെയ്യുന്നത് വരെ അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്തുകൾ അള്ളാഹുവിന്റെ മുമ്പിൽ പീഡിക്കപ്പെട്ടുവെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, ആഗോള വ്യാപകമായി നമ്മൾ ചോദിക്കുകയാ, എപ്പോഴാണ് അള്ളാഹുവിന്റെ സഹായം നമുക്ക് കിട്ടുക? അങ്ങനെ ഫലസ്തീനിലും ജോർദാനിലും ചെച്ചനിയിലും ബോസ്നിയയിലും എന്ന് വേണ്ട ആഗോള വ്യാപകമായി അടിച്ചമർത്തപ്പെടുന്ന വല്ല ദൂരത്തിലെ തീക്കുണ്ടങ്ങൾ ഉണ്ടാക്കി അതിലേക്ക് വലിച്ചെറിയപ്പെടുന്ന റോഹിംഗ്യ മുസ്ലിമീങ്ങളടക്കമുള്ള 10,000-കണക്കിന് ലക്ഷക്കണക്കിന് വിശ്വാസികളെ വിളിച്ചു ചോദിക്കുകയാ, മത്താ നസ്റുല്ലാഹ്. എപ്പോഴാണ് അള്ളാഹുവിന്റെ സഹായം എത്തിച്ചേരുക? സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ
അള്ളാഹുവിന്റെ സഹായം നമുക്ക് കിട്ടണമെങ്കിൽ സമയത്തിന്റെ പരിമിതി കൊണ്ട് ആദ്യം തന്നെ ഞാൻ പറഞ്ഞല്ലോ, വിഷയത്തിന്റെ മർമ്മപ്രധാനമായ ഭാഗം നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ആഗോള വ്യാപകമായി അടിച്ചപ്പെടുന്ന സമുദായത്തിന് മുമ്പ് തലയ്ക്ക് മുകളിലൂടെ ചേരിച്ചു കാഞ്ഞു പോകുന്ന ബോംബർ വിമാനങ്ങളുടെ മൂളിപ്പായ കേട്ട് തൊട്ടിൽ നിന്ന് ചാടിയെഴുന്നേറ്റ് പൊട്ടിക്കറിയുന്ന പലസ്തീനിലെ മുസ്ലിമീങ്ങളടക്കമുള്ള ധാരാളം ആളുകൾ ആ സംഘടന നിലവിൽ നിൽക്കുമ്പോ ഏകാധിപത്യത്തിന്റെയും സർവാധിപത്യത്തിന്റെയും ഉടവാളിത്തങ്ങളുടെ മുകളിലാക്കപ്പെടുമ്പോ ഇന്ത്യൻ മുസ്ലിമീങ്ങളും ന്യൂനപക്ഷങ്ങളും ആശങ്കാകുലരാകുമ്പോ ഇപ്പോഴും നമുക്ക് ചോദിക്കാനുള്ളത് ഒരേ ഒരു ചോദ്യമാണ്, മത്താ നസ്റുല്ലാഹ്. രഹസ്യമായി പരസ്യമായി നമ്മുടെ ഹൃദയത്തിൽ എങ്ങനെയാ വിശുദ്ധമായ ഇസ്ലാമിന്റെ ശരീഅത്തിനെ പോലും സംരക്ഷിക്കാൻ കഴിയാതെ ശരീഅത്തിന് മേൽ പോലും കൈവെക്കപ്പെടുമ്പോ നമ്മൾ മനസ്സിൽ രഹസ്യമായി പരസ്യമായി ഇപ്പോൾ ചിന്തിക്കാറുണ്ട്, അല്ലാഹുവേ മത്താ നസ്റുല്ലാഹ്, അള്ളാഹുവിന്റെ ആകാശത്ത് നിന്ന് സഹായമുണ്ടാകുന്നത് എപ്പോഴാ? 313 ന്യൂനപക്ഷം ബദറിന്റെ രണാങ്കണത്തിൽ പോരാടിയപ്പോ നിസ്സഹായാവസ്ഥയിൽ ബദറിൽ നിങ്ങൾ നിന്നപ്പോ അള്ളാഹുവിന്റെ മലക്കുകൾ അയച്ചിട്ട് ഞാൻ സഹായിച്ചില്ലേ എന്ന് ചോദിച്ച അള്ളാഹുവിന്റെ സഹായം എപ്പോഴാ കിട്ടുക? എന്റെ പ്രിയപ്പെട്ട സഹോദരാ സഹോദരി, അള്ളാഹുവിന്റെ സഹായം കിട്ടണോ? പടച്ചറപ്പ് നമ്മുടെ കൈ പിടിക്കണോ? ബദറിൽ പിടിച്ചതുപോലെ, ഉഹദിൽ പിടിച്ചതുപോലെ, ഖന്തക്കും ഖൈബറും ജയിച്ചടക്കിയതുപോലെ യൂഫ്രട്ടീസിന്റെ തിരമാലകളുടെ മുകളിലൂടെ തന്റെ കുതിരകൾ കൊണ്ട് കുളമ്പടി കാണിച്ച് ചരിത്രത്തിന്റെ അശ്വമേധം നടത്തിയ മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ പോലെ ലോകത്ത് അല്ലാഹുവിന്റെ സഹായം കിട്ടണോ? ആ സഹായം കിട്ടണമെങ്കിൽ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ. ആ വഴിയാണ് സൂറത്തുൽ ളുഹാ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിന്റെ സഹായം നമുക്ക് കിട്ടാൻ അത് നമ്മുടെ സാഹചര്യത്തിൽ മാത്രമല്ല, 1000 പ്രയാസങ്ങളും ദുഃഖങ്ങളും നമ്മുടെ നിത്യജീവിതത്തെ തന്നെ ബുദ്ധിമുട്ടിക്കുമ്പോ, നിസ്കാരപ്പായ കണ്ണുനീര് കൊണ്ട് കുതിർന്നു പോകുമ്പോ, പാതിരാവിന്റെ നിശബ്ദതയിൽ നിസ്കാരപ്പായിൽ കുനിഞ്ഞു കിടന്നല്ലാഹുവേ എപ്പോഴാണ് എന്റെ പ്രയാസമെന്ന് തീരുക? എപ്പോഴാണ് എന്റെ സങ്കടങ്ങളൊന്ന് അവസാനിക്കുക? ഞാൻ എന്റെ ജീവിതം മുഴുവനും പരീക്ഷണത്തിന്റെ കനൽപ്പദങ്ങളിലൂടെ നടന്നു പോകുമ്പോ അല്ലാഹുവേ മത്താ നസ്റുല്ലാഹ്, എപ്പോഴാണ് എന്റെ റബ്ബിന്റെ സഹായം എനിക്ക് കിട്ടുന്നതെന്ന്? കടബാധകളും പ്രയാസങ്ങളും മാറാരോഗങ്ങളും ആധികളും വ്യാധികളും സങ്കടവും കണ്ണീരും എന്ന് വേണ്ട നമ്മുടെ ജീവിതത്തെ പിടിച്ചു കൊടുക്കുമ്പോ പെങ്ങളെ സമയത്ത് അല്ലാഹുവിന്റെ മുമ്പിൽ കവിൾത്തടത്തിലൂടെ കണ്ണുനീര് തടങ്കല്ലാ തുടങ്ങി അല്ലാഹുവിന്റെ മുമ്പിൽ യാചിക്കുന്നത്, അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, നിന്നോടല്ലാതെ ഞാൻ ആരോടാണ് ചോദിക്കുന്നത്? അല്ലാഹുവിന്റെ മുമ്പിൽ കരഞ്ഞ് കരഞ്ഞ് തളർന്നു പോയത് എങ്ങനെയാണ് റബ്ബിന്റെ സഹായം കിട്ടുക? ആ ഒരേ ഒരു വിഷയമാണ് ഞാൻ ഓർമ്മിപ്പിക്കുന്നത്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, പോരാ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധമായ റബീഇന്റെ പൊന്നമ്പലി തിങ്കൾക്കര നമ്മുടെ മുമ്പിലെത്തി നിന്നിട്ടും എന്തുകൊണ്ടാണ് നമുക്ക് സ്വലാത്തില്ലാത്തത്? ഇല്ല ഇല്ല, ഇന്ന് ഈ സദസ്സ് അവസാനിക്കട്ടെ, അവസാനിക്കാതിരിക്കട്ടെ. നമ്മൾ ചെയ്യുന്ന ദുആക്ക് അല്ലാഹു ഉത്തരങ്ങൾ കൊണ്ടത്. ഇന്ന് നമ്മൾ ചൊല്ലുന്ന സ്വലാത്തിന്റെ പ്രത്യേകത കൊണ്ടാ. റബീഉ വന്നല്ലോ, പൊന്നമ്പലി തിങ്കൾ ഉദിച്ചല്ലോ, അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മദിനം ആഗതമായല്ലോ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ എല്ലാവരും ഉറക്ക അന്തരീക്ഷം മുഴുവനും പ്രകമ്പനം കൊള്ളട്ടെ. ആകാശത്ത് നിന്ന് ഈ മടത്തുള്ളിയുടെ അമൃതധാര ഇങ്ങനെ അനുസൃതമായി അനാവരണമായി പെയ്തിറങ്ങുന്ന അതേപോലെ സലാത്ത് നമ്മുടെ മുമ്പിലേക്കുണ്ടാകട്ടെ. മഴ പെയ്യുകയാണ്. ആ മഴയുടെ കുളിർ ശരീരത്തിൽ പടരാറ് ഹൃദയത്തെ ചൂട് പിടിച്ചിട്ട് സലാത്ത് കൊല്ലിപ്പോ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ താജ്ദാറെ മദീന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വാഴുപാതയിൽ മുടങ്ങിയാൽ നമുക്ക് പറയാമല്ലോ നബിയേ,
റബീഉൽ 10 സ്വലാത്ത് ചൊല്ലിയിട്ടാണ് ഞങ്ങൾ എഴുന്നേറ്റത്. നമുക്ക് ചിരപരിചിതമായ മക്കാ നഗരത്തില് അബ്ദുൽ മുത്തലിബ് എന്ന പ്രമാണിയുടെ സുന്ദരനായ മകൻ അബ്ദുല്ലാഹിയുടെ അതിസുന്ദരിയായ ഭാര്യ ആമിന ബീവിയുടെ ഗർഭാശയത്തിൽ ഉദയം ചെയ്തതുമുണ്ട്. മക്കയിൽ നിന്ന് തായിഫിലേക്ക് പോകുന്നവര് 60 കിലോമീറ്റർ അകലെ ബനൂ സായിദ ഗോത്രം താമസിക്കുന്ന ഗ്രാമാന്തരീക്ഷത്തിലുള്ള വീടുണ്ട്. ആ കട്ടിൽ കിടന്ന് തൊട്ടിൽ കിടന്ന് ഉണരുമ്പോ ഹലീമ റളിയല്ലാഹു അൻഹയുടെ 6 വയസ്സ് പ്രായമുള്ള ശൈമ എന്ന പ്രിയപ്പെട്ട പെണ്ണുമോ താരാട്ട് പാടിയ പാട്ടേതാ. ഹലീമ ബീവിയുടെ വീട്ടിലെ തൊട്ടിൽ കിടന്നുറങ്ങുമ്പോ ചെറിയ ഒരു പ്രായത്തിൽ തന്നെ സ്വലാത്തിന് വേണ്ടി ജനിക്കപ്പെട്ട മുത്ത് യാ റബ്ബനാ അബ്ഖി അഖീ മുഹമ്മദാ ഹത്താ റഅഹു നാഫിയൻ വഅംറദാ ഹദാ അഖുൽ ലം തലിദ്ഹു ഹബീബായ നബിയേ ഹലീമ ബീവിയുടെ വീട്ടിലെ തൊട്ടിലിൽ കിടക്കുമ്പോ അവദാനങ്ങളെ പാടി പുകഴ്ത്തപ്പെട്ട ലോകത്തിന്റെ തിരുവൂരേ അങ്ങയുടെ സലാത്തിനെ മുൻനിർത്തിയിട്ട് ഞങ്ങൾ ദുആ ചെയ്യുകയാ. ഞങ്ങൾക്കൊന്ന് ദുആ ചെയ്തു പിരിയാണ്. ഞങ്ങളുടെ കാലാവസ്ഥ നീ അനുകൂലമാക്കണേ അല്ലാ, നീ അനുകൂലമാക്കണേ തമ്പുരാനെ. മക്കീനോ മക്കാ തുമാരേ ലിയേ ജമീനോ ജമാൻ തുമാരേ ലിയേ ചുനാओ ചുനാ തുമാരേ ലിയേ. ഈ കാലവും ഈ ലോകവും അങ്ങേക്ക് സമർപ്പണം കൊടുയേ. ഈ നിവാസിയും ഈ ഭവനവും അങ്ങേക്ക് സമർപ്പണം കൊടുയേ. അതുകൊണ്ട് മണ്ണാർക്കാട് പഠിച്ചുകൂടിയ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. ശൗക്കത്ത് വിളിക്കുമ്പോഴും മനസ്സിനാശങ്കയെന്ന് മഴ പെയ്താൽ ആളുകൾ വരുമോ? ഒരിക്കൽ കൂടി വർഷങ്ങളായിട്ടും കേട്ട് തടംപിച്ച ഈ ശബ്ദം കേട്ട് പടകിയിട്ടില്ലെന്ന് അനുരാഗത്തിന്റെ അടയാളമായി ഈ വലിയൊരു ഗ്രൗണ്ട് മുഴുവനും നിറഞ്ഞുകൂടിയ പുരുഷാരത്തോട് ഈ മഴയെ തിളമക്കടിച്ചു വന്ന നിങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ അത്യുന്നതനാണ്. അതുകൊണ്ട് നമുക്കിന്ന് പ്രവാചക പ്രേമം പറയാം. ആദ്യം തന്നെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, പാണ്ഡിത്യം വിളമ്പാൻ വന്നതല്ല ഞാൻ. പാണ്ഡിത്യം പറയാൻ ഞാനൊരു പണ്ഡിതനല്ല, ലാളിത്യം പറയാൻ ഞാനൊരു സാത്വികനല്ല, ത്യാഗം പറയാൻ ഞാനൊരു പരിത്യാഗിയല്ല, പ്രേമം പറയാൻ ഞാനൊരു ആശിക്കല്ല, പ്രണയം പറയാൻ ഞാനൊരു കാമുകനല്ല, വൈദഗ്ധ്യം പറയാൻ ഞാനൊരു വിദഗ്ധനല്ല. പിന്നെ ഞാനാരാ? വജുദിലി ബിഅഫ്വിക ഹാനൽ ഫഖീറു. അല്ലാഹുവേ, നിന്റെ ദീനിനെ മരണം വരെ പറയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഫഖീർ നിന്നോട് ദുആ ചെയ്യുന്നു അല്ലാഹ്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ മഴ പ്രശ്നമുണ്ടോ? ഇല്ല. ഈ മഞ്ഞിന്റെ കൂടെ മഴ പെയ്ത പ്രശ്നമില്ല. അല്ലാഹു അക്ബർ. അല്ലാഹു ആർക്കൊരു പ്രശ്നവും വരുത്താതിരിക്കട്ടെ. ഇൻഷാല്ലാഹ് മഴ മാറും. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, നിങ്ങൾ ഉറക്ക സലാത്തില്ല മഴ മാറും. പെണ്ണുങ്ങൾ നല്ല മെഡിക്കൾ എല്ലാണോ കുടവായിട്ടാ വന്നത്. അതാണ് പെണ്ണിന്റെ സ്വഭാവം. എന്തായാലും ഒരു അപകടം നടന്നിട്ട് ഓടി നമ്മൾ വീട്ടിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങി ബസ്സിൽ കയറുമ്പോഴാ പടച്ചോനെ പൈസ ഇട്ടിട്ടില്ല എന്ന് പറയും. അപ്പൊ പെണ്ണൂര് എന്റെ പൈസ ഉണ്ട്, അവളത് കരുതിയിട്ടാണ്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 40 ദിവസത്തോളം അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് വഹി വന്നില്ല. ഒരു റിവായത്ത് പ്രകാരം ഏതാണ്ട് 4 മാസത്തോളം ജിബ്രീൽ വന്നില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉടമസ്ഥന്റെ നാദവുമായി ആശയത്തിന്റെ വിനിമയമായി കടന്നു വരുന്ന മഹാനായ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വന്നില്ല. ഏതാണ്ട്
4 മാസക്കാലമായി അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് വിവരമില്ലാതെ ഹബീബായ നബി തങ്ങളുടെ മനസ്സ് വേദനിക്കുകയാ. ആളുകൾ ഉടനെ ഖുറൈശികളെ കളിയാക്കാൻ തുടങ്ങി. മുഹമ്മദ്, അള്ളാഹു നിന്നെ ഉപേക്ഷിച്ച മുഹമ്മദ്, അള്ളാഹു നിന്നെ കൈവിട്ടോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 4 മാസമായിട്ടൊരു വിവരമില്ല. ഇറാഖിൽ വെച്ച് പരിശുദ്ധമായ ദീനിന്റെ പ്രബോധനത്തിന്റെ ദൗത്യം തന്റെ കയ്യിൽ ഏൽപ്പിച്ചിടുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും പരിഭ്രാന്തിയായി. അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് ജിബ്രീൽ വരുന്നില്ലല്ലോ, മണിനാദം കേൾക്കുന്നില്ലല്ലോ. ഗഗനലോകത്ത് നിന്ന് വിദ്യബോധനത്തിന്റെ വെളിപാടുമായി കടന്നു വരുന്ന മണിനാദം മുഴങ്ങുന്നത് പോലെ ആത്മീയ ലോകത്തിന്റെ ആശയത്തിന്റെ പ്രവാഹത്തിന്റെ പ്രചാരകനായി വരുന്ന ജിബ്രീൽ വരുന്നില്ലല്ലോ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കാ ഖുറൈശികൾ പരിഹസിക്കാൻ തുടങ്ങി. ഒരു ദിവസം ഹബീബായ നബി തങ്ങളുടെ അടുക്കൽ ഒരു പെണ്ണ് വന്നിട്ട് പറഞ്ഞു, മുഹമ്മദ്, നിന്റെ അള്ളാഹു എവിടെ? മുഹമ്മദ്, നിന്റെ അള്ളാഹു മരിച്ചുപോയോ? 4 മാസമായിട്ടൊരു വർത്തമാനം കേൾക്കുന്നില്ലല്ലോ. നീ പറഞ്ഞ അറബിയും ആസ്മരീക വാക്യം ഖുർആൻ അവതരിക്കുന്നില്ലേ എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിച്ചപ്പോ ആ പെണ്ണാണ് അബൂലഹബിന്റെ ഭാര്യയായ ഉമ്മു ജമീല എന്ന കിരാറയായ പെണ്ണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കഅബാലയത്തിന്റെ മുമ്പിൽ പരസ്യമായി ആക്ഷേപിക്കുന്ന അവസ്ഥയെ അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് സഹായത്തിന്റെ സാന്ത്വനത്തിന്റെ ഒരു അനിർവചനീയമായ അനുഭൂതിയില്ലാതെ ഹബീബായ നബി തങ്ങൾ വല്ലാതെ വിഷമിക്കുകയാ. 4 മാസമായിട്ട് അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് സന്തോഷത്തിന്റെ വൃത്താന്തമില്ല. അങ്ങനെ ഹൃദയം ഇങ്ങനെ ഉണ്ട്. അല്ലാഹുവിന്റെ സഹായം എപ്പോഴാ കിട്ടുന്നതെന്ന് പ്രതീക്ഷയോടെ കാത്തു നിൽക്കുമ്പോഴാണ് അതാ പ്രവാചകന്റെ നെറ്റിത്തടത്തിൽ വിയർഭഗണങ്ങൾ ഒരുമിച്ച് കൂടാൻ തുടങ്ങി. ഹബീബായ നബി തങ്ങളുടെ ശരീരത്തിന് ഭാവവ്യത്യാസമുണ്ടാകുന്നു. എന്നെ കേൾക്കാനെത്തുന്ന ഏതെങ്കിലും സഹോദരങ്ങൾക്കോ സഹോദരിമാർക്കോ അള്ളാഹു എന്നെ കൈവിട്ടുപോയി, എന്റെ ജീവിതത്തിന് റബ്ബിന്റെ തൃപ്തിയില്ല, പടച്ചറപ്പിന്റെ ജീവിതത്തിന്റെ കഷ്ടപ്പാടിൽ നിന്ന് എന്നെ രക്ഷിക്കില്ല എന്ന ആർക്കെങ്കിലും മനസ്സിൽ നിരാശയുണ്ടോ? അവരോടാണ് ഞാൻ ഈ പ്രസംഗം നടത്തുന്നത്. ഹബീബായ നബി തങ്ങളുടെ അടുക്കലേക്ക് കടന്നു വന്നു. മഹാനായ റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരികയാ. അല്ലാഹുവിന്റെ റസൂലിന് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു. 4 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരു റിവായത്ത് പ്രകാരം ഹബീബായ നബി നിങ്ങൾക്ക് അവതരിപ്പിക്കുന്ന സൂറത്ത് നബിയേ والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى. നമ്മൾ ഈ പ്രസംഗം കഴിഞ്ഞിറങ്ങുമ്പോ നമ്മുടെ ജീവിതത്തിൽ ഇതൊരു സാന്ത്വനമാകണം. അൽഹംദുലില്ലാഹ്, മഴ മാറി, മഴത്തുള്ളികൾ നമുക്ക് അനുകൂലമായി. സല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد يا ربي صل عليه وسلم. الله والله മധ്യാഹ്നത്തെ തന്നെയാണ് സത്യം, ളുഹാ നമസ്കാരത്തെ തന്നെയാണ് സത്യം. ശ്രദ്ധിച്ചു കേൾക്കണേ. അല്ലാഹു ആദ്യം പറയുന്നു ളുഹായെ തന്നെയാണ് സത്യം. 2 വല്ലൈലി ഇദാ സജാ, ഇരുൾമുട്ടിയ രാത്രിയെ തന്നെയാണ് സത്യം. മാ വദ്ദക റബ്ബുക വമാ ഖലാ, അങ്ങയുടെ അല്ലാഹു അങ്ങയെ ഉപേക്ഷിച്ചിട്ടില്ല നബിയേ. വമാ ഖലാ, അല്ലാഹു അങ്ങയെ കൈവിട്ടിട്ടില്ല നബിയേ. അല്ലാഹു അങ്ങയെ ഉപേക്ഷിച്ചിട്ടില്ല നബിയേ. ഇവിടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സൂറത്തുൽ ളുഹാ അതിന്റെ കുറെ ആയത്തുകൾ നമുക്ക് ഈ സമയം കൊണ്ട് ചർച്ച ചെയ്യാം. അല്ലാഹു ആദ്യം പറയുന്നത് എന്താ? വൽ ളുഹാ,
ളുഹായ തന്നെയാണ് സത്യം. 2 വല്ലൈലി ഇദാ സജ, ഇരുൾ മുട്ടിയ രാത്രിയെ തന്നെയാണ് സത്യം. ഈ 2 സത്യം അതിന് അനുകൂലമാകുന്നവൻ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ, നിന്റെ അല്ലാഹു നിന്നെ ഉപേക്ഷിക്കുകയില്ല, അല്ലാഹു നിന്നെ കൈവിടുകയില്ല. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താ? അല്ലാഹു നമ്മളെ കൈവിടാതിരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. ഒന്ന്, വെറുതെ വാള് പറഞ്ഞ പാള് 11 മണിയെങ്കിൽ 11 മണിയാ പറയുന്നതിന്റെ ഇടയിൽ പറയണ എനിക്കും തോന്നണം, കേൾക്കണം നിങ്ങൾക്കും തോന്നണം. കുറെ പറയുമ്പോ എനിക്കും തോന്നൂല്ലോ, കുറെ കേൾക്കുമ്പോ നിങ്ങൾക്കും തോന്നൂല്ലോ. അള്ളാഹു നമ്മളെ കൈവിടണമെങ്കിൽ ഇപ്പൊ കുറെ എടുത്തന്റെ 2 ഉസ്താദ് ദുആ ചെയ്യണം. ഫാനാണ് അതാർക്ക് ജിന്നിന്, എനിക്ക് ജിന്നുണ്ടാവൂലോ, എല്ലാ വീട്ടിലും ജിന്നുണ്ടാവും. പക്ഷെ അതിന് ഓടിക്കാനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. ഇരിക്കും. മഴ പോയില്ലേ? മഴ പോയില്ലേ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആ വെളിയിൽ റോഡ് വരെ ആളുകൾ നിൽക്കുന്നുണ്ട്. നിങ്ങൾ എന്താ ഒരു 10-20 കസേരയിൽ ഇരിക്കാത്തത്? അതും കൂടെ ഒന്ന് ഫില്ലായി സദസ്സ് കാണാൻ എന്ത് രസമെന്നറിയോ? ഒരു 20 കസേര, അതാ മൈക്കിന്റെ ബോക്സിന്റെ തൊട്ട് മുമ്പിലായതുകൊണ്ട് ആളുകൾ ഇരിക്കാത്തെന്ന് എനിക്കൊന്നു. ബാക്കി എന്നാ അതിന്റെ ഒരു 10 ഇരട്ടി ആളുകൾ നിൽക്കുന്നുണ്ട്. ഒന്നവിടെ വന്ന് ഇരുന്നാൽ ഈ സദസ്സൊന്ന് നന്നായിട്ട് കാണാൻ വലിയ രസമാണ്. അൽഹംദുലില്ലാഹ്. ഏതായാലും ഈ സദസ്സ് കാണുമ്പോൾ മനസ്സിലായല്ലോ കബീർ വാക്കിയുള്ള സ്നേഹം കുറഞ്ഞിട്ടില്ല. ഞാൻ കഴിഞ്ഞ വർഷം വന്ന് പിന്നിപ്പഴ വരുന്നല്ലേ, കഴിഞ്ഞ 1 വർഷമായി വന്നിട്ട്. അതാണ് വല്ലപ്പോഴും വന്നാൽ സ്നേഹം നിലക്ക്, എപ്പോഴും വന്നാൽ സ്നേഹം ഉണ്ടാവില്ല. സുർ ഹിബ്ബ തസ്ദുദു ഹുബ്ബ, വല്ലപ്പോഴും വന്നാൽ സ്നേഹം ഉണ്ടാവുന്നത്. പെണ്ണാട്ടിയുടെ അടുത്താണേലും ശരിയാണ്. എന്നും വീട്ടിൽ നിന്നാ ചോദിക്കും, മനുഷ്യൻ ഇതിവിടെ കുത്തിയിരുന്നാൽ മതി, ഇറങ്ങി പോണില്ലേ. വല്ലപ്പോഴും മാസത്തിലൊരിക്കൊക്കെ പോയി ആലോചിച്ചു, വലിയ സ്നേഹമാണ്. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകും. ആ വിഷയം നമുക്ക് കൂടുതൽ പറയാൻ പറ്റിയ സദസ്സല്ല ഇത്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 2 കാര്യങ്ങൾ കൃത്യമായി ചെയ്യണം. 1 വല്ലുഹാ, നമസ്കാരം. 2 വല്ലൈലി ഇദാ സജ, രാത്രിയിലെ നിസ്കാരം. ഈ 2 കാര്യം കൃത്യമായി ചെയ്യുന്നവൻ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ, നിന്റെ അല്ലാഹു നിന്നെ കൈവിടില്ല. ഇതാണ് ആയത്തിന്റെ അർത്ഥം. ഞാൻ ഖുർആന്റെ 2-3 ഖുർആൻ നമ്മോട് സംസാരിക്കാൻ, നിനക്ക് നിരാശയുണ്ടോ ജീവിതത്തിൽ? നിന്റെ രോഗങ്ങൾ, നിന്റെ കടങ്ങൾ, നിന്റെ ബാധ്യതകൾ, നിന്റെ പ്രയാസങ്ങൾ, നിന്റെ രാഷ്ട്രീയം, നിന്റെ സാമൂഹികം, നിന്റെ സാമ്പത്തികം, നിന്റെ ആത്മീയം, നിന്റെ വൈകാരികം, നിന്റെ വൈയക്തികം, ഇതൊക്കെ നിനക്ക് നിന്റെ മനസ്സിലുണ്ട് എങ്കിൽ അള്ളാഹു നിന്നെ കൈവിടില്ല. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ, അള്ളാഹു നിന്നെ കൈവിടില്ല. ഇനിയുമുണ്ട് അതിന്റെ താഴേക്ക് കുറെ ആയത്തുകൾ. സൂറത്തുൽ ളുഹാ ഏറ്റവും അത്ഭുതകരമായ സൂറത്താണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമ്മളെ ദുനിയാവിലും ആഖിറത്തിലും വിജയികളാക്കട്ടെ. ആർക്കെങ്കിലും ആഖിറത്തിലും ദുനിയാവിലും ജയിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ടോ? ഉള്ളവരൊന്ന് കൈവക്കും. മാഷാ അല്ലാഹ്. ഇത് പൊന്നു സഹോദരങ്ങളെ, ഇത് കാരുണ്യയുടെ ലോട്ടറി മാതിരി നടക്കുന്ന സാധനമല്ല. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ആരെങ്കിലും സൂറത്തുൽ ളുഹാ ആരെങ്കിലും 4 പ്രാവശ്യം 4 മറാത്തിന് ഒരു ദിവസം 4 പ്രാവശ്യം സൂറത്തുൽ ളുഹാ പാരായണം ചെയ്താൽ സയ്യിദ ഫിദ്ദുനിയാ വൽ ആഖിറ, അവൻ ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കപ്പെട്ടവനാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഞാനിപ്പോ പറയാൻ പോകുന്ന സൂറത്തുൽ ളുഹായുടെ കുറച്ച് പ്രതിഫലങ്ങളാ. നമുക്ക് വളരെ കൃത്യമായി ചെറുതായി ഓടാൻ കഴിയുന്ന സൂറത്തുൽ ളുഹാ. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു വിജയിപ്പിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ആർക്കെങ്കിലും ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കണോ? ഈ ദുനിയാവിന്റെ വിജയം എന്നൊരു വിജയമല്ലല്ലോ. കാലാന്തരങ്ങളായി നമ്മൾ സമ്പാദിച്ചു വെച്ചിരുന്ന 500-ന്റെയും 1000-ന്റെയും നോട്ടുകെട്ടുകൾ ഒരു പാതിരാസമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നിരോധിച്ചു എന്ന പ്രഖ്യാപനം വരുമ്പോ അതേവരെ സമ്പാദിച്ചു വെച്ചതെല്ലാം പിറ്റേ ദിവസം തലയിൽ ചുമന്ന് കത്തിച്ചു കളഞ്ഞവരുണ്ട്. പക്ഷേ ഞാനൊന്ന് ചോദിക്കട്ടെ മുസ്ലിമേ, നാം ഒരു യുഗാന്തരങ്ങളോട് ചെയ്ത ഇബാദത്തുകൾ മുഴുവൻ പടച്ചറപ്പിന്റെ മുമ്പിൽ പോകുമ്പോ അള്ളാഹുവിനെ പരിശോധിച്ച് ഇതെല്ലാം
അസാധുവാണ് പ്രഖ്യാപിച്ചാൽ പിന്നെ മാറ്റിയെടുക്കാൻ വേറൊന്നില്ലല്ലോ. നാളെ അതിന് പകരം നമുക്ക് ആഖിറത്തിലൊന്നും കിട്ടില്ലല്ലോ. ഇങ്ങനെ ചിന്തിക്കുന്നവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ വിജയിയാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് മഴ തിമർത്ത് പെയ്യുന്ന ഈ രാത്രിയിൽ നിങ്ങളോട് ഞാൻ ഓർമ്മിപ്പിക്കുന്നു, 1000-ന്റെയും 500-ന്റെയും നോട്ടുകൾ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിട്ട് നമ്മുടെ ജീവിതത്തിന്റെ സൗഭാഗ്യങ്ങൾ അതിലൂടെ തേടി വരുമെന്ന് ആഗ്രഹിച്ച നമ്മെ ഒരു ദിവസം കൊണ്ട് ഇല്ലാതെ വരുമ്പോ 1000-ന്റെ നോട്ട് പെട്ടിക്കച്ചവടക്കാരന് വേണ്ട, കോഴിക്കച്ചവടക്കാരന് വേണ്ട, ഇറച്ചി കച്ചവടക്കാരന് വേണ്ട, മീൻ കച്ചവടക്കാരന് വേണ്ട, ബസ് കണ്ടക്ടർക്കും വേണ്ട, ബോട്ടിലും വേണ്ട. പക്ഷെ അല്ലാഹു പറയാ, മൻദല്ലദീ യുക്രിറുല്ലാഹ ഖർദൻ ഹസനാ, അല്ലാഹുവിന്റെ കുട്ടിക്ക് വേണ്ടി കടം കൊടുക്കാൻ ആരാണ് തയ്യാറുള്ളത്? ഇൻഷാ അല്ലാഹ് ഈ റഹ്മയുടെ പ്രവർത്തകർ നിങ്ങളുടെ മുമ്പിലൂടെ ബക്കറ്റുമായി വരും. കഴിഞ്ഞ കുറെ വർഷങ്ങളായി നേരത്തെ സെക്രട്ടറി പറഞ്ഞതുപോലെ പാവങ്ങൾക്ക് മരുന്ന് കൊടുക്കുന്ന, അഗതികൾക്കും അനാഥകൾക്കും നിരാലംബർക്കും നിരാശ്രയക്കും നിദ്രാവിഹീനർക്കും മത്താണിയായ ആലംബവും അവലവുമായ റഹ്മ, ആ വരുന്നൊരു ബക്കറ്റ് വെറും ബക്കറ്റ് പിരിവല്ല. ഈ പ്രതികൂലമായ സാഹചര്യത്തിൽ ഈ അവസാനത്തെ ഇന്നത്തെ സദസ്സ് കഴിയുമ്പോ പാവങ്ങൾക്ക് മരുന്ന് വാങ്ങാൻ എത്രയോ ആളുകൾക്ക് ധനസഹായം കൊടുക്കാൻ, ഒരു പാവപ്പെട്ടവർക്ക് ഒരു കൂര വെച്ച് കൊടുക്കാൻ എല്ലാവരും അതിലൊന്ന് സദഖ ചെയ്യണേ. ഒരാളെപ്പോലും ഒഴിവാകരുതല്ലാഹുവേ. ഈ കോരിച്ചൊരിയുന്ന മഴയത്തിന് ഇവിടെ എത്തിയത് ഈ വിനീതന്റെ പ്രസംഗം കേൾക്കാൻ മാത്രമല്ല, അവസാനം ഇവിടെ നടക്കുന്ന ദുആയില് കൈപൊക്കി ആമീൻ പറഞ്ഞാൽ ആ ദുആ സ്വീകരിക്കുമെന്നുള്ള വർഷങ്ങളായുള്ള അനുഭവം കൊണ്ട് ഇവിടെ പാരാവാരം പോലെ പറന്ന് കിടക്കുന്ന എന്റെ സഹോദരിമാർ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാഹ്. ഈ സദഖ ചെയ്യുന്നവരുടെ മനസ്സിലേത് മുറാനാണോ നീ ഹാസിലാക്കണേ അല്ലാഹ്. പടച്ചവനെ അല്ലാഹുവേ, രോഗബാധിതരാണെങ്കിൽ അവരെ രോഗങ്ങൾക്ക് നീ ശമനം നൽകണേ അല്ലാഹ്. പടച്ചവനെ കടബാധിതയുള്ളവരാണെങ്കിൽ കടബാധിത മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. തീരെ മുറുക്കപ്പെടുന്ന രോഗത്തിൽ നിന്ന് അല്ലാഹുവേ കാക്കണേ അല്ലാഹ്. എല്ലാവിധ പ്രയാസങ്ങളും മാറ്റിക്കൊടുക്കണേ തമ്പുരാനേ. മുഹമ്മദിൻ വാലിഹി വസഹ്ബിഹി അജ്മഈൻ. എല്ലാവരും ഒന്ന് സദഖ ചെയ്യുന്ന ഈ പരിപാടി, ഇന്നലെ മഴ, ഇന്നും മഴ, വളരെ സാമ്പത്തികമായ ക്ഷീണത്തിലാണ്. പക്ഷെ ഞാനൊന്ന് ആലോചിച്ച് നോക്കാണ്, മഴ പെയ്തിട്ട് ഇത്ര ആളുണ്ടെങ്കിൽ മഴ പെയ്തില്ലെങ്കിലുള്ള അവസ്ഥ എന്താ? അൽഹംദുലില്ലാ, ഒരു വലിയ ജനാബലി നമുക്കിവിടെ കാണേണ്ടി വന്നു. ഇവിടെ പലരും ആളെ കൂട്ടിയിട്ട് ഇതിന്റെ നടുക്ക് സ്റ്റേജ് കെട്ടിയിട്ടാണ്, നമ്മളിതിന്റെ അറ്റത്ത് കെട്ടിയിട്ടാണ് ആളെ കൂട്ടുന്നത്. നമ്മുടെ ആൾക്കൂട്ട സ്ഥിരമാണ്. ഫോട്ടോയിലൊക്കെ ആള് കൂടുതൽ നടുക്കൊണ്ട് സ്റ്റേജ് കെട്ടിയിട്ടാണ്. ഇത് നമ്മൾ ഇങ്ങേ അറ്റത്തെ കൊണ്ട് കെട്ടുക, അങ്ങേ തലക്കലല്ല. നമ്മുടെ ആൾക്കൂട്ട സ്ഥിരമാണ്. നമുക്ക് ആളുകളുടെ മുമ്പിൽ വലിപ്പം പറയാനല്ല. ഈ കോരിച്ചുരി നമ്മുടെ ആഗ്രഹിച്ചു പോയി. അല്ലാഹുവേ, ഒരു വർഷം കഴിഞ്ഞ് ഇവിടെ വരുമ്പോ മഴയില്ലാതിരുന്നെങ്കിൽ ഇന്ന് നഗരി മുഴുവനെ നിറഞ്ഞു കവിയുമായിരുന്നു. ഇത്രയും മഴ. പല സഹോദരങ്ങളും വിളിച്ചു, ഉസ്താദ് പരിപാടി ഉണ്ട്, ഞങ്ങളുടെ നാട്ടിലൊക്കെ നല്ല മഴയാണ്, വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റുന്നില്ല. എന്നിട്ടും ഇത്രയും ആളുകൾ വരുമ്പോ അൽഹംദുലില്ലാ, നമ്മുടെ ഇന്നത്തെ ദുആ അല്ലാഹു സ്വീകരിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്ത് ചെയ്യണം? മഴ പെയ്യുന്നുണ്ട്, ഞാൻ നിർത്തണോ അതോ 11 മണി വരെ പ്രസംഗിക്കണോ? നിങ്ങളുടെ യുവർ ചോയ്സ്. പ്രസംഗിക്കണം. നിങ്ങൾ മഴ നനഞ്ഞിരിക്കുവോ? പെണ്ണുങ്ങളൊക്കെ മഴ നനഞ്ഞിരിക്കുവോ? ഷാളിന്റെ കളറൊക്കെ പോയി മുഖത്തൊരിക്കും. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു ഈ ആവേശത്തെ നിലനിർത്തി തരുമാറാകട്ടെ. ഇനി അടുത്ത പരിസരത്തിന്റെ പരിപാടിയുള്ളത് ഏപ്രിൽ 29-ാം തീയതി. എവിടെ ശ്രദ്ധിക്കുന്ന സ്ഥലം? നെല്ലിപ്പറമ്പ്. ഏപ്രിൽ 29-ാം തീയതി നെല്ലിപ്പറമ്പിലാണുള്ളത്. ഇനി അടുത്ത സമയത്ത് പരിപാടിയുള്ളത് കരിങ്കല്ലത്താണ്, നെല്ലിപ്പറമ്പ്. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു ദിവസം 4 പ്രാവശ്യം സൂറത്തുൽ ളുഹ പാരായണം ചെയ്താൽ അവൻ ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുന്നവനാവും. സ്ഥിരമായി ഇൻഷാല്ലാഹ് ഓതൂലേ? ഇതിന്റെയൊക്കെ ഇടയിൽ നമുക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇതാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ.
എല്ലാവരും പറയുന്നുണ്ട് സാമ്പത്തികമായി വലിയ പ്രശ്നമാണ്. നോട്ടും കൂടെ നിരോധിച്ചതിന് ശേഷം എന്നെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ 6 ലക്ഷം രൂപ ഒരു ദിവസം ഡെയിലി കച്ചവടം നടക്കുന്ന അദ്ദേഹത്തിന്റെ കടയിൽ ഇന്ന് ആകെ നടന്ന് 23,000 രൂപയാണ്. 8 കടയുണ്ട് അദ്ദേഹത്തിന്. 6 ലക്ഷം രൂപ ഒരു ദിവസം കച്ചവടം നടക്കുന്ന കടയിൽ ഇന്ന് 23,000 രൂപയാണ് നടക്കുന്നത്. ഉസ്താദേ ദുആ ചെയ്യണം, അല്ലാഹു സഹോദരന്റെ ബുദ്ധിമുട്ട് മാറ്റി കൊടുക്കട്ടെ. എല്ലാവർക്കുമുണ്ട് സാമ്പത്തികമായ പരാധീനതകൾ. മഹാന്മാരെ രേഖപ്പെടുത്തുകയാണ്, ആർക്കെങ്കിലും പണം ഉണ്ടാക്കണമെങ്കിൽ സമ്പത്തുണ്ടാക്കാനുള്ള കുറുക്കോടിയാകുമ്പോ അതിനെ പണം ഉണ്ടാക്കാൻ കാശുണ്ടാക്കാനുള്ള വഴി പറഞ്ഞു തരട്ടെ. ഇത് വകലല്ല, കായ് ഉണ്ടാക്കണ വഴി വേണ്ട. കൈ നിറയെ കാശ് കിട്ടണ വഴി പറയട്ടെ എന്ന് പറയുമ്പോൾ വേണ്ടെന്ന് പറയണത് മണ്ണാർക്കാടുകാരല്ലാതെ വേറെ എന്താണ്? മഹാന്മാര് പറയാൻ സമയം പറയണമെൻ ആർക്കെങ്കിലും സാമ്പത്തികമായ ഉന്നമനം ജീവിതത്തിൽ ആഗ്രഹമുണ്ടെങ്കിൽ 7 പ്രാവശ്യം ഓരോ നിസ്കാരം കഴിയുമ്പോഴും ഓരോ 5 വഖത്ത് നിസ്കാരം കഴിഞ്ഞ് 7 പ്രാവശ്യം സൂറത്തുൽ ദുഹാ പാരായണം ചെയ്താൽ 40 ദിവസം കൃത്യമായി നിരന്തരമായി 40 ദിവസം നിരന്തരമായി 5 വഖത്ത് നിസ്കാരത്തിന് ശേഷം 7 പ്രാവശ്യം സൂറത്തുൽ ദുഹാ പാരായണം ചെയ്താൽ അവന്റെ സാമ്പത്തികമായ പ്രയാസങ്ങൾക്ക് അല്ലാഹു മാറ്റം കൊടുക്കുമെന്ന് മഹാന്മാരായ ഉലമാക്കൾ നമ്മളോട് രേഖപ്പെടുത്തുകയാ. ഇങ്ങനെ ധാരാളം ഫായിദകൾ, ധാരാളം ഉപകാരങ്ങള് സൂറത്തുൽ ദുഹായ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു നൽകിയിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതേപോലെ സൂറത്തുൽ ദുഹാ പാരായണം ചെയ്യുക. അതേപോലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സലാത്തുൽ ദുഹാ. മധ്യാഹ്നമായി കഴിയുമ്പോൾ സൂര്യൻ ഉദിച്ചുയർന്നു കഴിഞ്ഞാൽ 4 റക്അത്ത് ദുഹായുടെ നമസ്കാരം നിർവഹിക്കുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ ഇത് നിലനിർത്താൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. കഴിയുന്നിടത്തോളം ദുഹാ നമസ്കാരം നിർവഹിക്കുക. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല പറയാ, ഔസാനി ഖലീലി ബിസലാത്ത്. എന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 3 കാര്യങ്ങൾ എന്നോട് വസിയ്യത്ത് ചെയ്തു എന്നോട് പറഞ്ഞ അബൂ ഹുറൈറ. അവിടുത്തെ റിസാലത്തിന്റെ കരങ്ങൾ എന്റെ തോളിലോട്ട് വെച്ചിട്ട് ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് പറഞ്ഞ അബൂ ഹുറൈറ, 3 കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ നിനക്ക് ഞാൻ പഠിപ്പിച്ചു തരാം. മരണം നടന്നിയതും മുടക്കരുടെ നിന്റെ ശരീരത്തിൽ ആയുസ്സുള്ളിടത്തോളം കാലം അത് നീ മുടക്കല്ലേ അബൂ ഹുറൈറ എന്നെ ഖലീലായ ഔസാനി ഖലീലി എന്റെ ഖലീലായ ഹബീബായ നബി തങ്ങളെ 3 കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ എനിക്ക് പഠിപ്പിച്ചു തന്നു. അത് പഠിച്ചതിന് ശേഷം മരിക്കുന്നത് വരെ ഞാൻ എന്റെ ജീവിതത്തിൽ അത് ഉപേക്ഷിച്ചിട്ടില്ല എന്ന് മഹാനായ ഖാദിമുർ റസൂൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു 3 കാര്യങ്ങൾ എന്റെ റസൂൽ എനിക്ക് പഠിപ്പിച്ചു തന്നതാണ്. ഒന്നാമത്തേത് അബൂ ഹുറൈറ, വിത്ർ നിസ്കരിക്കാതെ ഒരു ദിവസവും നീ കിടന്നുറങ്ങരുത്. ഈ 3 കാര്യം ഇതൊരു ജീവിതത്തിന്റെ നിഷ്ഠയാണ്. ഇൻഷാല്ലാഹ് 3 പറഞ്ഞുതരാൻ ചെയ്യോ? ഇന്നത്തെ വാതിരിപ്പിനെ പറ്റി ആകെ കുറച്ച് സമയമുണ്ട്, മഴയുണ്ട്. 3 കാര്യങ്ങൾ എന്നെ ഹബീബായ നബി തങ്ങൾ എനിക്ക് വസിയ്യത്ത് ചെയ്തു എന്ന് അബൂ ഹുറൈറ മരിക്കുന്നത് വരെ ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല. 1 വിത്ർ നിസ്കരിക്കാതെ ഉറങ്ങല്ലേ അബൂ ഹുറൈറ. ഇശാ നമസ്കാരം കഴിഞ്ഞ് 3 റക്അത്ത് വിത്ർ നമസ്കാരമുണ്ട്. അത് ഹനഫി മദ്ഹബിലെ വാജിബാണ്. വാജിബ് ഫർദിനോട് അടുത്ത് നിൽക്കുന്നതാണ്. വിത്ർ നിസ്കരിക്കാതെ ഉറങ്ങല്ലേ അബൂ ഹുറൈറ. രണ്ടാമത്തേത്, എല്ലാ ദിവസവും നീ ദുഹാ നമസ്കാരം നിർവഹിക്കണേ. അത് സ്വാലിഹീങ്ങളും ഔലിയാക്കളും നിർവഹിച്ച നിസ്കാരമാണ്. അതുകൊണ്ട് ദിവസവും നീ ദുഹാ നിസ്കരിക്കണേ, ദുഹാ നമസ്കാരം നിർവഹിക്കണേ.
ളുഹാ നമസ്കാരം നിർവഹിക്കണേ. മൂന്നാമത്തേത് സമയമില്ല. മൂന്നാമത് എല്ലാ മാസവും 3 ദിവസം നീ സുന്നത്ത് നോമ്പ് നിർവഹിക്കണേ. എല്ലാ മാസവും 3 ദിവസം നീ സുന്നത്ത് നോമ്പ് നിർവഹിക്കണം. അതിലേറ്റവും പ്രധാനപ്പെട്ട സുന്നത്ത് നോമ്പാണ് തിങ്കളാഴ്ച ദിവസത്തെ സുന്നത്ത് നോമ്പ്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, എന്നെ പ്രസവിക്കപ്പെട്ടതെന്നാണ്, എനിക്ക് വഹി ഇറങ്ങിയതെന്നാണ്, അന്നാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്. അതുകൊണ്ട് തിങ്കളാഴ്ച ദിവസത്തെ സുന്നത്ത് നോമ്പ് ഏറ്റവും പ്രതിഫലമുള്ള സുന്നത്ത് നോമ്പാണ്. അല്ലാഹു ആരോഗ്യം തന്നാൽ എല്ലാ മാസവും നിങ്ങൾ 3 ദിവസം സുന്നത്ത് നോമ്പ് പിടിക്കണേ. അബൂ ഹുറൈറ എന്ന് ശഫീഉനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഒന്നാമത്തേത് വള്ളുഹാ, കൃത്യമായി ളുഹാ നിസ്കരിക്കുക. രണ്ടാമത്തേത് പടച്ചറപ്പിന്റെ സഹായം നമുക്ക് കിട്ടാനുള്ള രണ്ടാമത്തെ അടയാളം വല്ലൈലി ഇദാ സജാ, പാതിരാ സമയത്ത് നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് രാത്രിയിൽ നിസ്കരിക്കുക. തഹജ്ജുദ് നമസ്കാരം പതിവാക്കുക. തതജാഫാ ജുനൂബുഹും അനിൽ മളാജി യദൂന റബ്ബഹും ഖൗഫൻ വതമാ വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ. അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ദാസന്മാരുടെ അടയാളം പറയുമ്പോ, പടച്ചറബിന് ഇഷ്ടപ്പെട്ട ദാസിമാരുടെ അടയാളം പറയുമ്പോ, പടച്ചറബ് പറഞ്ഞ അടയാളം ഏതാ? അവളുടെ ഭർതയല്ല, അവളുടെ മക്കനെയല്ല, അവളുടെ മുഖത്തിന്റെ ശോഭയല്ല. ഈ ആയത്തെ ഏറ്റവും ഫിറ്റാകുന്നത് ഈ ഡിസംബർ ജനുവരി മാസത്തിലാണ്. തണുപ്പ് ശരീരത്തിലെ കരിച്ചിറങ്ങുന്ന തണുപ്പുള്ള രാത്രിയെ കരിമ്പടം പുറച്ച് കിടപ്പറയിൽ കിടക്കുമ്പോ സുബഹി നമസ്കാരമാകുന്നതിന് മുമ്പ് രാത്രിയുടെ 3-2 ഭാഗം നിർവഹിച്ചു കഴിയുമ്പോ പാതിരാത്രിയിൽ എഴുന്നേറ്റ് നിന്ന് പേടിയോടെ, ആശയോടെ, പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ പടച്ചറപ്പിന് മുമ്പിൽ കൈകെട്ടി നിസ്കരിക്കുക. പാതിരാ സമയത്തുള്ളതിലേക്ക് എല്ലാം അർപ്പിക്കുന്നവർ ഹബീബായ നബി തങ്ങളുടെ സഹാബത്തിന്റെ അടയാളം പറഞ്ഞപ്പോ ഖുർആൻ പറഞ്ഞ അടയാളമേരാ? അവര് രാപ്പകലുകളെ രാത്രിയിൽ നിസ്കരിക്കുന്നവരാ, പാതിരാത്രിയിൽ അവരെ തഹജ്ജുദ് നിസ്കരിക്കുന്നവരാ. എന്റെ പ്രിയപ്പെട്ട ഇസ്ലാമിന്റെ ഓദസ്സുമുള്ള എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, തഹജ്ജുദ് നമസ്കാരം നമ്മുടെ മുഖമുദ്രയാക്കാം. ഈ അവസരത്തൊരിക്കൽ കൂടി ഞാൻ ആവർത്തിച്ചു പറയാ, ഈ അടുത്ത സമയത്ത് സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു പ്രസംഗമുണ്ട് ഷഹീദ് ഫൈസലിനെ കുറിച്ച്. പൊന്നുമോനെ, കുടിഞ്ഞിക്കാരനായ ഷഹീദ് ഫൈസൽ തിരുവരങ്ങാടിയില് കാപാലികളുടെ വടിവാളിന്റെ വെട്ടേറ്റ് ശരീരം ചിതറിച്ചെടുക്കുമ്പോ നമസ്കാരം നിർവഹിച്ചിട്ടുണ്ട്. തന്റെ ഭാര്യയുടെ മാതാപിതാക്കളെ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരിക്കാൻ പോയാ കൊടുങ്ങീരെ ഷഹീദ് ഫൈസലാരാ? 8 മാസമേ ആയിട്ടുള്ളൂ മുസ്ലിമായിട്ട്. 8 മാസം കൊണ്ട് ഷഹീദ് ഫൈസലാരായെന്നറിയോ? മരിക്കുന്നതിന് മുമ്പ് അന്നത്തെ ദിവസം തഹജ്ജുദ് നിസ്കരിച്ചിട്ടാണ് ഷഹീദ് ഫൈസൽ കൊല ചെയ്യപ്പെട്ടത്. ശരീരത്തിലേക്ക് വടിവാള് കുത്തിയിറക്കിയിട്ട് രക്തം തന്റെ ശരീരത്തിലൂടെ തടന്തല്ലാതൊഴുകുമ്പോ റൂഹ് വിട പറയുന്ന രാത്രിയെ അന്നത്തെ ദിവസം തഹജ്ജുദ് നിസ്കരിച്ചിട്ടുണ്ടായിരുന്നു ഷഹീദ് ഫൈസൽ. ഷഹീദ് ഫൈസൽ എന്ന് പറയുന്ന നാട് മുഴുവനും ആദരിച്ച, ഈ ലോകം മുഴുവനും സ്നേഹിച്ച ഒരു പാവപ്പെട്ട നിരപരാധിയെ കൊന്നൊടുക്കിയ കാവാലികരെ, ഇരുട്ടിന്റെ കാവൽക്കാരെ, നിങ്ങൾക്ക് എന്നാണ് നേടാൻ കഴിഞ്ഞത്? എന്ത് ലാഭമാണ് നിങ്ങൾക്ക് കിട്ടിയത്? സ്വന്തം ഇഷ്ടപ്രകാരം മതം മാറി വന്ന അമ്മയോട് ചോദിച്ച്, അച്ഛനോട് ചോദിച്ചു, ഭാര്യയോട് ചോദിച്ചു. പ്രലോഭനമല്ല, പ്രകോപനമല്ല, നിർബന്ധിതമല്ല, ദേഹോപദ്രവമല്ല. സ്വന്തം ആഗ്രഹിച്ച അറബ് മണ്ണിൽ നിന്ന് ഇസ്ലാം പഠിച്ചു വന്നിട്ട് ഇസ്ലാമിനെ സ്വീകരിച്ചൊരു പാവപ്പെട്ട നിരപരാധിയായ ചെറുപ്പക്കാരന് പട്ടാപ്പകല് വെട്ടിയെറിഞ്ഞിട്ടിരിക്കുന്ന കാപാലികളെ, നിങ്ങൾക്ക് എന്താണ് നേടാൻ കഴിഞ്ഞത്? 3 കുട്ടികളെ അനാഥയാക്കിയപ്പോ ഒരു പാവപ്പെട്ട പെണ്ണിനെ
വൈദവ്യത്തിന്റെ കണ്ണുനീര് തടം തള്ളിയാ തുടങ്ങിയപ്പോ നെഞ്ചത്തടിച്ച് നിലവിളിച്ച് മീനാക്ഷി എന്ന അമ്മക്ക് സ്വന്തം മകനെ നഷ്ടപ്പെടുത്തിയപ്പോ അവനെ കൊല്ലുമെന്നറിഞ്ഞിരുന്നെങ്കിൽ ഞാനവന് കാവല് നിൽക്കുമായിരുന്നെങ്കിൽ പൊട്ടിക്കരഞ്ഞു പറഞ്ഞ പാവപ്പെട്ട അച്ഛന്, അവന്റെ പെങ്ങന്മാർക്ക് അവൻ കളിക്കൂട്ടുകാരനാണെന്ന് പറഞ്ഞ അച്ഛന് എന്റെ പൊന്മോനെ കൊല്ലുമെന്നറിഞ്ഞിരുന്നെങ്കിൽ ഞാനവനെ വിളക്ക് കത്തിച്ച് കാവലിൽക്കുമായിരുന്നല്ലോ എന്ന് പറയപ്പെട്ട പിതാവിന്റെ പൊന്നുമോനെ വെട്ടിയെറിഞ്ഞ കാവാലികരെ ഒരിക്കലും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. എന്നെങ്കിലും നിങ്ങൾ ഇരുമ്പടിക്കുള്ളിൽ നിന്ന് വെളിയിലേക്ക് വന്നിട്ട് പ്രിയപ്പെട്ട വൈസരന്റെ ചെറുപ്പക്കാരനെ അടുത്തെറിയുമ്പോ തീർച്ച നിങ്ങളുടെ മനസാക്ഷി പറഞ്ഞുകൊണ്ടേയിരിക്കും. ഉഹദിനാങ്കണത്തിൽ ഹംസാ റളിയല്ലാഹു അൻഹുവിനെ മലത്തിൽ കിടത്തിയിട്ട് കുടൽമാല വെളിയിലേക്കെടുത്ത് ചാട്ടുകൊണ്ട് വെട്ടുവീട്ടിയ എന്തെന്ന് പറയുന്ന പെണ്ണിന്റെ പ്രകോപനത്തിന് വടങ്ങിയിട്ട് ഹംസയെ ചവിട്ടുവീട്ടി വെട്ടുവീട്ടിക്കളഞ്ഞ വഹ്ഷി അവസാനം മരിക്കുന്നത് വരെ മനസാക്ഷി കുത്തുകൊണ്ട് പറയുമായിരുന്നു, ഖത്തൽതു ഖൈറൽ ബരിയ, ഖത്തൽതു ഖൈറൽ ബരിയ. ഈ ഭൂമിയിലെ ഏറ്റവും നല്ലൊരു മനുഷ്യരെ ഞാൻ തെറ്റിദ്ധാരണ കൊണ്ട് കൊല്ലേണ്ടി വന്നല്ലോ. ആ മഹിഷി പറഞ്ഞതുപോലെ മരിക്കുന്നത് വരെ ഖത്തൽതു ഖൈറൽ ബരിയ, ഖത്തൽതു ഖൈറൽ ബരിയ. ഈ മണ്ണിന്റെ മുകളിൽ ജീവിച്ചിരുന്ന ഒരു പാവപ്പെട്ട നിരപരാധിയ ഹിന്ദിന്റെ പ്രലോഭനത്തിന് വടങ്ങി ഞാൻ തിരിക്കേണ്ടി വന്നല്ലോ, ഞാൻ കൊല്ലേണ്ടി വന്നല്ലോ. എന്റെ കൈകൊണ്ട് ഹംസയെ കൊന്നല്ലോ എന്നൊത്തിട്ട് മരിക്കുന്നത് വരെ മനമസാക്ഷി കൊത്തുകൊണ്ട് പരിതപിച്ചു പോയ മഹിഷിയെ പോലെ ഷഹീദ് ഫൈസൽ എന്ന ചെറുപ്പക്കാരനെ അറിയുമ്പോ ഈ കൊലയാളികളെ ഒരിക്കലും നിങ്ങളുടെ മനസാക്ഷി നിങ്ങളോട് പറയാതിരിക്കില്ല. മരിക്കുന്നത് വരെ നിങ്ങളുടെ മനസാക്ഷിയോട് നിങ്ങൾ പറയാതിരിക്കില്ല. ഖത്തൽതു ഖൈറൽ ബരിയ. ഒരു പാവപ്പെട്ട ഈ മണ്ണിന്റെ മുകളിൽ ജീവിച്ചിരുന്ന ഒരു നല്ല മനുഷ്യരെ എന്റെ കൈകൾ കൊണ്ട് കൊന്നല്ലോ നോട്ടുണ്ട്. ആ കൈകളിൽ പറ്റിയ രക്തക്കറവത്തിട്ടും മരിക്കുന്നത് വരെ നിങ്ങളുടെ മനസ്സിന്റെ പരിവേദനം മാറില്ലെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇത് കേട്ടിട്ട് ഞരമ്പ് രസിക്കാറല്ല, എന്നെ കേൾക്കാനൊക്കെ മണ്ണാർക്കാട് ചെറുപ്പക്കാരാ, തിരൂരങ്ങാടിയിൽ പല കഷണങ്ങളായി ചിതറിച്ചെടുക്കുന്നതിന് മുമ്പ് അന്ന് തഹജ്ജുദ് നിസ്കരിച്ചിട്ടാണ് ഷഹീദ് ഫൈസൽ വീട്ടിൽ നിന്നിറങ്ങിയത്. പൊന്നുമോനെ, അല്ലാഹു പറയാണ്, അടച്ചറപ്പിന്റെ സഹായം നിനക്ക് വേണോ? വല്ലൈലി ഇദാ സജാ, വല്ലൈലി ഇദാ സജാ. പാതിരാ ഇരുമുട്ടിയ രാത്രിയെ തന്നെയാണ് സത്യം. ഇരുൾമുട്ടിയ രാത്രിയിലാണ് പടച്ചറപ്പിന്റെ സഹായം കിട്ടുന്നത്, പകലിലല്ല. എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന പാതിരാത്രി അവനവന്റെ ഹൃദയത്തെ അള്ളാഹുവിന്റെ ദർബാറുമായി ബന്ധിപ്പിച്ചിട്ട് അല്ലാഹുവേ ഹൃദയം തുറന്നിട്ട് നിന്റെ ഹൃദയം തുറക്കണം. പെങ്ങളെ, നിന്റെ കണ്ണുനീര് തടം തള്ളിയാ തൊടുകണം. നിസ്കാരപ്പായ നീ സുജൂദിൽ കിടക്കണം. ലോകം മുഴുവനും ഉറക്കത്തിലായിരിക്കണം. പരിസരം മുഴുവനും നിശബ്ദമായിരിക്കണം. നിന്റെ മുഴുവൻ സങ്കടങ്ങളും നിന്റെ ഹൃദയത്തിലേക്ക് വെച്ചിട്ട് നിസ്കാരപ്പായ സുജൂദിൽ കിടന്നിട്ട് നീ വിളിക്കണം, അല്ലാഹ് എന്ന ഒരു ജലാലിയത്തിന്റെ ജമാലിയത്തിന്റെ കമാലിയത്തിന്റെ നാദം മുടങ്ങുമ്പോ അല്ലാഹു ആരാ? ഇന്ന റബ്ബക നിന്റെ അള്ളാഹു നിന്നെ കാണുന്നുണ്ടല്ലോ. പാതിരാ സമയത്ത് ഹൃദയം നിറഞ്ഞ തേങ്ങരിന്റെ സ്പർശനമുള്ള ഒരു വിളിക്കാണ് അള്ളാഹുവിന്റെ ദർബാറിനെ ചലിപ്പിക്കാൻ കഴിയുക. അക്ബറ കുല്ല ചെറുപ്പിന്റെ പട്ടാളമാണ് ഏറ്റവും വലിയ സഹായത്തിന് നൽകുക. അറിയുമല്ലോ മഹാനായ റഫർ റളിയല്ലാഹു അൻഹുവിനെ. ആരാ മഹാനായ റഫർ റളിയല്ലാഹു തആല അൻഹു? ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിലെ പൊക്കം കുറഞ്ഞ സഹാബിയാണ്. അല്ലാഹുവിന്റെ റസൂൽ യുദ്ധത്തിന് വേണ്ടി സഹാബത്തിനെ തയ്യാറെടുപ്പിക്കുമ്പോ റഫർ റളിയല്ലാഹു തആല യുദ്ധത്തിന് വേണ്ടി പോകാൻ തയ്യാറെടുപ്പ് നിൽക്കുന്ന സഹാബത്തിന്റെ അടുക്കലേക്ക് ചെന്നു. അല്ലാഹുവിന്റെ റസൂൽ നോക്കിയപ്പോ പൊക്കം കുറവായത് കൊണ്ട് ഒരു ചെറുപ്പക്കാരൻ പെരുവിരലിൽ ഇങ്ങനെ പൊന്തിച്ചു നിൽക്കുകയാ. തനിക്ക് പൊക്കം കുറവായത് കൊണ്ട്
താൻ ചെറുപ്പക്കാരനാണെന്ന് കരുതി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിൽ പങ്കെടുപ്പിക്കാതെ എന്തെങ്കിലും ഒഴിവുകഴിവ് പറഞ്ഞ് തന്നെ പിരിച്ചുവിടും എന്ന് കരുതി മഹാനായ റഫ്ഖ് റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ പെരുവല്ലിൽ ഇങ്ങനെ പൊന്തി നിന്നു. നബിയെ, പൊക്കം കുറവൊന്നുമില്ല, നല്ല പൊക്കമുണ്ട്, എന്നെയും കൂടെ ജിഹാദിന് വിടണം, എന്നെയും കൂടി മനുഷ്യന്മാരെ എന്നെയും കൂടി ജിഹാദിന് വിടണം, എനിക്ക് എന്നെ മരിക്കാൻ അനുവദിക്കണം. ചിലർക്ക് മരണം സ്വപ്ന സാഫല്യമാണ്, നമുക്ക് മരണം ഭീരുത്വമാണ്. ചിലർക്ക് മരണം അവൻ കണ്ട സ്വപ്നത്തിന്റെ സാഫല്യമാണ്. ഷഹീദ് ഫൈസലിന്റെ അടുത്ത നാട്ടിലെ ചില ചെറുപ്പക്കാർ ചോദിച്ചു, വധഭീഷണി ഉണ്ടല്ലോ, ഞങ്ങൾ കാവലൊരുക്കട്ടെ. അവൻ പറഞ്ഞ മറുപടി, രാവും പകലും കാവലെനിക്ക് നിൽക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? എനിക്ക് എന്റെ അള്ളാഹുവിന്റെ കാവല് മതി. മുസ്ലിമായിട്ട് 8 മാസമായിട്ടുള്ളൂ, നമുക്ക് 50 വയസ്സായി. നമ്മളിപ്പോഴും ഒന്നുകിൽ UDF-ന്റെ തണൽ, അല്ലെങ്കിൽ LDF-ന്റെ തണൽ, ഇതൊന്നും അല്ലെങ്കിൽ റിവായത്തിന് ഉഖറ വേറൊരു തണല്. അതില്ലെങ്കിൽ നമ്മൾ പിന്നെ ദുനിയാവില്ലാന്ന് കരുതുന്ന ആളുകളാണ് നമ്മൾ. അള്ളാഹു നമ്മളെ കാക്കട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ തരട്ടെ. ആമീൻ പറ മനുഷ്യന്മാരെ, അള്ളാഹു നമുക്ക് ഈമാൻ തരട്ടെ. എന്തുകൊണ്ട് ഷഹീദ് ഫൈസൽ ചോയ്സ് മുസ്ലിമാണ്, നമ്മൾ ചാൻസ് മുസ്ലിമാണ്. അവര് ചോയ്സ് തെരഞ്ഞെടുത്തവരാണ്. നമ്മൾ വാപ്പാടെ ഉമ്മാന്റെ പേര് അന്ത്രമാനും ഖദീജയും റേഷൻ കാർഡിലായതുകൊണ്ട് ആ ഗർഭാശയത്തിന്റെ മൂലെ കൂഞ്ഞിക്കടന്നത് കൊണ്ട് നമ്മൾ മുസ്ലിമായതാണ്. അവരൊക്കെ തെരഞ്ഞെടുത്തവരാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ചോദിച്ചു, നബിയേ എന്നെ തിരിച്ചുവിടരുത്, അള്ളാഹുടെ ദീൻ, അള്ളാഹുവിന്റെ ദീനിന് നേരെ വെല്ലുവിളി വരുമ്പോ എനിക്ക് പോരാടണം. അള്ളാഹുവിന്റെ ദീൻ ഇന്ത്യയിൽ വെല്ലുവിളി നേടുകയാണ്, പോരാടണം. നാളെ പാലക്കാട് ജില്ലാ സമസ്ത പാലക്കാട് കോട്ടമൈതാനത്തിൽ ശരീഅത്ത് സംരക്ഷണ റാലി നടത്തുകയാണ്. ഓരോരുത്തരും അബൂബക്കർ റളിയല്ലാഹു തആല ചോദിച്ചതുപോലെ എന്റെ ഞരമ്പിലൂടെ രക്തമോടുമ്പോ ദീനിന് പോറലേൽക്കാനോ അബൂബക്കർ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിറങ്ങിയ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ പോലെ എന്റെ ശരീരത്തിന് ജീവനുള്ളപ്പോൾ ജീവൻ കൊടുത്തും ശരീരത്തിനെ സംരക്ഷിക്കണമെന്ന മുദ്രാവാക്യവുമായി നമ്മൾ ഇറങ്ങിത്തിരിക്കും. നാളെ പാലക്കാട് സമസ്തയുടെ അവകാശ സംരക്ഷണ റാലി നടത്താണ്. മുഴുവൻ ആളുകൾ എത്തണം. ഇൻഷാ അല്ലാഹ് പോവില്ലേ? ഇല്ലേ? നിങ്ങൾ മുഅ്മിനീങ്ങളല്ല, നിങ്ങൾക്ക് ഈമാനില്ല. ഞാൻ ഉറപ്പിച്ചു പറയാൻ, ഈമാനുള്ളവൻ അവിടെ എത്തും. കാരണം ഖുർആനും സുന്നത്തും അപകടത്തിലാകുമ്പോ അതിന്റെ മുപ്പിൽ നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ മുസ്ലിമാന്ന് പറഞ്ഞിരിക്കുന്നത്? പിന്നെ നമ്മൾ വാഴപ്പിണ്ടി വെച്ചിട്ട് നട്ടലൂരിട്ട് അവിടെ വാഴപ്പിണ്ടി വെക്കണമല്ലേ നല്ലത്? എന്റെ ദീൻ അതെന്റെ ജീവൻ കൊടുത്തും സംരക്ഷിക്കുമെന്ന് പറയാൻ ഉള്ള ആർജവം നമുക്കുണ്ടാകും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ പറ മനുഷ്യന്മാരെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് രാത്രിയിൽ വല്ലൈലി ഇദാ സജാ, മണി 10 എന്താ ചെയ്യുക? എന്റെ പൊന്നു മനുഷ്യന്മാരെ, നിങ്ങൾ ഈ ക്രൂരത എന്തിനു കാണിച്ചു? പോലീസുകാർക്ക് പ്രശ്നം ഉണ്ടായിട്ടല്ല, ഇവിടെ ഉള്ള ചില മുഅ്മിനീങ്ങൾ പ്രശ്നം ഉണ്ടാക്കണോണ്ടാണ്. അല്ലാതെ അവർക്ക് അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല, അവർക്ക് എന്തുവാവാം. പക്ഷെ നിയമം നടപ്പാക്കുക, പരാതി വരുമ്പോൾ നിയമം നടപ്പാക്കുന്നുള്ള അവരുടെ ബാധ്യതയാണ്. നമ്മൾ അവരോട് പരിഭവിച്ചിട്ട് ഒരു കാര്യമില്ല, നമ്മൾ അവരോട് സഹകരിക്കുക എന്നതാണ് നമ്മുടെ മാന്യത. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വന്ന ആ സഹാബി പെരുവിരലിൽ ഇങ്ങനെ പൊന്തി നടന്നു. മാഷാ അല്ലാഹ്, അല്ലാഹു കബൂലാക്കട്ടെ. മനുഷ്യനെ കുഴപ്പമില്ലല്ലോ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സിംഗപ്പൂരിൽ നിന്ന് വന്ന ഹസനാജി 1,00,000 രൂപ. അദ്ദേഹത്തിന് മലയാളം അറിയില്ല. മൻസൂർ മലയാളം അറിയില്ല, സിംഗപ്പൂരുകാരാണ്. ഏത് ഭാഷ അവർക്കറിയാം? ഇംഗ്ലീഷ്. ഇപ്പൊ അതും കൂടെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ തരും. നമുക്ക് ഒരു ഭാഷയല്ല, ആകെ മലയാളം അറിയാം. അതറിയാമെങ്കിൽ ഇട്ടാവട്ടത്തിൽ കിടന്ന് കറങ്ങാം. തമിഴ് പഠിച്ച ശ്രീലങ്കയിലെങ്കിലും പോകും, മലയാളം പഠിച്ച അവിടെ ഒരിടത്തും പോകില്ല.
ഇവിടെ തന്നെ മണ്ണാർക്കാട് തന്നെ മലയാളം പഠിച്ചാൽ ഞാൻ ഇന്ന് ഉനൈസിന്റെ വീട്ടിൽ ഭക്ഷണത്തിന് പോയപ്പോ എന്തൊരു കാര്യത്തിന്റെ പേര് തമിഴ് തരുമോ? തമിഴ് തരുമ്പോ പറവല്ലപ്പാ. ரொம்ப நல்லா இருக்கா? எப்படி தமிழ் தெரியுமா? நல்லா தெரியும், அழகா தெரியும். நான் தமிழ் நல்லா தெரியும், அழகா தெரியும், ஒழுங்கா பேசும். അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. 1,00,000 രൂപ. മാഷാ അല്ലാഹ്. ഇതാണ് ഷൗക്കത്തിനോട്. ഷൗക്കത്തെ വിഷമിക്കേണ്ട, അള്ളാഹു ഇടന്നിലൊരു സഹായം കൊണ്ടുവരും. നമ്മുടെ മനസ്സ് കൃത്യമാണെങ്കിൽ, നമ്മുടെ ഇഖ്ലാസ് നല്ലതാണെങ്കിൽ, നമ്മുടെ മനസ്സിൽ മറ്റൊന്നുമില്ലെങ്കിൽ നമ്മെ അള്ളാഹു സഹായിക്കും, ഉറപ്പാണ്. അദ്ദേഹം സിംഗപ്പൂരിൽ നിന്നാണ് 1,00,000 രൂപ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന് നമുക്കൊരു ദുആ ചെയ്യാൻ വേണ്ടി ഞാൻ ആ വിഷയം പറഞ്ഞ് അവസാനിപ്പിക്കാം. സല്ലല്ലാഹു അലാ മുഹമ്മദ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാഹ്. ശൈഖ് മൻസൂർ എന്ന സഹോദരൻ അല്ലാഹുവേ അദ്ദേഹത്തിന്റെ മുറാദുകളെ ഹാസിലാക്കണേ തമ്പുരാനെ. ഏതാഗ്രഹത്തോടെ പറഞ്ഞോ കബൂലാക്കണേ അല്ലാഹുവേ. അദ്ദേഹത്തിന്റെ ഭാര്യയിൽ മക്കളിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. അദ്ദേഹത്തിന്റെ സാമ്പത്തിക മേഖല ഏതാണോ അതിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. കീറി മുറിക്കപ്പെടുന്ന രോഗത്തിൽ നിന്ന് കാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ അല്ലാഹുവേ എല്ലാവിധ അസ്വസ്ഥതകളിൽ നിന്ന്, അപാരതകളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, അനാരോഗ്യങ്ങളിൽ നിന്ന് നീ കാക്കണേ അല്ലാഹ്. സയ്യിദനാ മുഹമ്മദൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഷേഖ് മൻസൂർ நான் சிங்கப்பூர் வர விரும்புறேன். இன்ஷா அல்லாஹ் கண்டிப்பா வருவேன் இன்ஷா அல்லாஹ். அடுத்த கொஞ்ச நாளா அப்படி இருக்குது, வர முடியாது. சித்திக்கு சொன்னா போதுமா? ஆமா ஆமா. നാക്കിന് നാണോ ഇല്ല, വയറിന് പഞ്ഞമില്ലെന്ന്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ മഴ മാറി കാലാവസ്ഥ അനുകൂലമായി ആദരവായ മുത്തുന്ന റബീന്റെ രാത്രിയിൽ അല്ലാഹു നമുക്കെല്ലാം ചെയ്തു തന്നു. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലാണ് റസൂലുള്ളാഹി തആല വരുന്നത്. മുത്ത റസൂലിന്റെ മുമ്പിൽ പെരുവിരൽ കുഴിച്ചു എഴുന്നേറ്റുണ്ട്. യാ റസൂലല്ലാഹ്, ഞാനൊരു ചെറുപ്പക്കാരനാണെങ്കിലും പൊക്കം കുറഞ്ഞതുകൊണ്ടെന്ന് തിരിച്ചുവിടല്ലേ. അള്ളാഹുവിന്റെ ദീനിന്റെ സംരക്ഷകനായി എന്നെയും കൊണ്ടുപോകണമെന്ന ആഗ്രഹത്തോട് ഹബീബായ നബി തങ്ങളുടെ ചാരത്തേക്ക് വന്നു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റളിയല്ലാഹു അൻഹുവിനെ കൂടെ കൂട്ടി പാതിരാസമയം ശത്രുക്കളെ തമ്പടിച്ചിരിക്കുന്ന മരുഭൂമിയെ അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തും തമ്പടിക്കുമ്പോ ഹബീബായ നബി തങ്ങളെ സഹാബത്തും കടന്നുറങ്ങാൻ പോകവേ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, സഹാബാ ഇന്നീ രാത്രിയിൽ ആരാണ് ഉറക്കമിളച്ച് ശത്രുപാളയത്തിലോട്ട് കടന്നുവെന്ന് നാളെ അവർ യുദ്ധക്കളത്തിൽ ഉപയോഗിക്കുന്ന തന്ത്രങ്ങളേറെന്ന് ചാരണ പോലെ ശത്രുപാളയത്തിലേക്ക് കടന്നു നിന്നിട്ട് ആരാണ് ശേഖരിച്ചു കൊണ്ടുവരിക? ആർക്കാണ് ധൈര്യമുള്ളത്? ജീവൻ ദിനമക്കണിച്ചും പണയപ്പെടുത്തിയിട്ടും ശത്രുപാളയത്തിലേക്ക് കടന്നു നിന്നിട്ട് അവരുടെ യുദ്ധരഹസ്യങ്ങൾ ചോർത്തിക്കൊണ്ടുവരാൻ ആർക്കാണ് കഴിയുക? ആയിരക്കണക്കിന് വീരശൂര പരാക്രമികളായ സഹാബത്തിരിക്കുമ്പോ അവിടെ ചെറുപ്പക്കാരനായ റസൂലുള്ളാഹി എഴുന്നേറ്റ് നിന്നു. അനയാ റസൂലല്ലാഹ്, അനയാ റസൂലല്ലാഹ്, ഞാനുണ്ട് നബിയെ. നോക്കിയപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പില് വിരലുയർത്തിയിട്ട് പൊക്കം കൂടുതലാന്ന് കാണിച്ചു. അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി വരാനിരുന്ന റസൂലുള്ളാഹി അൻഹു പാതിരാ സമയത്ത് എല്ലാവരും കിടന്നിറങ്ങുമ്പോ മഹാനായ റസൂലുള്ളാഹി
റളിയല്ലാഹു തആല എഴുന്നേറ്റു, ഉടവാള് മറയിൽ ചൂട്ടി ഹബീബായ നബി തങ്ങളെ കെണ്ടിൽ കിടന്നുറങ്ങുകയാ. ഹബീബായ നബി തങ്ങളുടെ ചാരത്ത് നിന്ന് റളിയല്ലാഹു തആല ശത്രുപട്ടാളത്തിന്റെ ടെന്റിലേക്ക് എത്തി. അവരുടെ കണ്ണ് വെട്ടിച്ചതിന്റെ ഉള്ളിലേക്ക് കിടന്നു. വല്ലാതെ കൂടാകൂടി ഇരുട്ടാണ്. അബൂ സുഫിയാൻ അടക്കമുള്ള എതിരാളികൾ നാളെ നടക്കാനിരിക്കുന്ന യുദ്ധത്തിന്റെ തന്ത്രങ്ങളെ കുറിച്ച് ആലോചന നടത്താൻ ഖുറൈശി പ്രമുഖരെഴുന്നേറ്റിരിക്കുമ്പോ ആരായ പൊക്കം കുറഞ്ഞ സഹാബിയായ റളിയല്ലാഹു അൻഹു അതിന്റെ ഉള്ളിൽ പോയിരുന്നു. വെളിച്ചക്കുറവായത് കൊണ്ട് ആരും കണ്ടില്ല. ഒരു ചാരണ പോലെ മഹാനായ റളിയല്ലാഹു തആല അതിന്റെ ഉള്ളിൽ പോയി കടന്നുകൂടി ഇസ്ലാമിന്റെ വിജയത്തിന് വേണ്ടി രഹസ്യങ്ങൾ ചോർന്നു കൊടുക്കാൻ. അങ്ങനെ അവരവിടെ ഇരിക്കുമ്പോ പെട്ടെന്ന് അബൂ സുഫിയാൻ വിളിച്ചു പറഞ്ഞു, പത്രേ, നമ്മുടെ ഉള്ളിൽ ഇവിടെ ഒരു ശത്രുചാരൻ കടന്നു വന്നതുപോലെ, ആരോ നമ്മുടെ ഉള്ളിൽ രഹസ്യം കേൾക്കാൻ വന്നതുപോലെ, അതുകൊണ്ട് എല്ലാവരും അടുത്തിരിക്കുന്നവന്റെ കയ്യിൽ പിടിക്കുക. ആരാണ് നമ്മുടെ ഇടയിൽ കടന്നു വന്നതെന്തിയാണ്? എല്ലാവരും അടുത്തിരിക്കുന്നവന്റെ കയ്യിൽ പിടിക്കുക. റളിയല്ലാഹു തആല പറയാ, ഞാൻ പേടിച്ചു വിറച്ചുപോയി. എന്റെ കയ്യിൽ പിടിച്ചാൽ കടവുന്നത് തന്നെ എന്റെ തൊട്ടടുത്തിരിക്കുന്നത് ഖുറൈശി പ്രമുഖനായ അബൂ സുഫിയാനാണ്. എന്റെ കയ്യിലേക്ക് അബൂ സുഫിയാന്റെ കൈവിട്ടപ്പോ ഞാൻ ചിന്തിച്ചു പോയി, അല്ലാഹുവേ, പിടിക്കപ്പെട്ടല്ലോ അല്ലാ. ഞാൻ ഇവിടെ വെച്ച് പിടിക്കപ്പെട്ടാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ ഏൽപ്പിച്ച ദൗത്യം എനിക്ക് പൂർത്തിയാക്കാൻ കഴിയില്ലല്ലോ. ഞാൻ അബൂ സുഫിയാന്റെ കൈ പിടിപ്പിച്ചു. അവിടെ നിന്ന് ഇറങ്ങി ഓടി ഞാൻ ഹബീബായ നബി തങ്ങളുടെ അടുക്കലേക്ക്. അബൂ സുഫിയാൻ വിളിച്ചു പറഞ്ഞു, ചാരണ പിടിക്ക്. ഊരിപ്പിടിച്ച വാളുകളുമായി കുതിരപ്പുറത്തേറി ശത്രുപട്ടാളക്കാരന്റെ പുറകെ പാഞ്ഞു. എന്റെ പ്രിയപ്പെട്ട ഓദസ്സുള്ള ചെറുപ്പക്കാരാ, പതിരാ സമയത്തൊരുനേ ചോടുകയാണ് പൊക്കം പറഞ്ഞൊരു മനുഷ്യൻ. എല്ലാവരും ഉറക്കത്തിന്റെ കരിമ്പടം വിറച്ച് കിടക്കുമ്പോ മരുഭൂമിയുടെ മരുപ്പച്ച കിടമുകളിലൂടെ മരുഭൂമിയുടെ മണൽത്തരികളെ തന്റെ കാലും സാദത്തിന്റെ ഉള്ളിൽ വകഞ്ഞു മാറ്റി തന്റെ ജീവൻ രക്ഷിക്കാൻ ഓടുകയാണ് മഹാനായ റളിയല്ലാഹു തആല പറയാ. ഞാൻ പുറകിൽ നോക്കിയപ്പോ ഊരിപ്പിടിച്ച വാളുമായിട്ട് ശത്രുക്കൾ പുറകെയുണ്ട്. ഞാൻ പിടിക്കപ്പെട്ടത് തന്നെ, എന്റെ തല കൊയ്യപ്പെട്ടത് തന്നെ ശത്രുക്കളുടെ കയ്യിൽ ഞാൻ പെടുമെന്ന് എനിക്ക് ഉറപ്പായപ്പോ ആ സമയത്ത് ഞാൻ മരുഭൂമിയിൽ എന്റെ കഥ കഴിയുമെന്നുറച്ചു. പുറകെ വരുന്ന എതിരാളികൾ എന്റെ കരുത്തിൽ പിടിമുറുക്കാൻ പാകത്തിൽ എന്റെ പുറകിലെത്തിയപ്പോ എന്റെ മരണം ഞാൻ മുഖാമുഖം കണ്ടപ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഏറെ പറയാൻ പറത്തില്ലെങ്കിലും വല്ലൈലിദാ സജാ, രാത്രിയിൽ അല്ലാഹുവിന്റെ സഹായം വരുന്ന വഴി കണ്ടോ? രാത്രിയിലാണ് പടച്ചറപ്പിന്റെ സഹായം വരുന്നത്. പെങ്ങളെ, റളിയല്ലാഹു അൻഹു പറഞ്ഞു, പെട്ടെന്ന് ഞാനൊരു കുതിരക്കുളമ്പടി ശബ്ദം കേട്ടു. ഞാൻ മുമ്പോട്ട് നോക്കിയപ്പോ എന്റെ എതിർ ഭാഗത്ത് നിന്ന് വെള്ളരോമങ്ങളെ കരുത്തിന് പാറിപ്പുറക്കുന്ന വെള്ള കുതിരയുടെ മുകളിൽ വെള്ളത്തലപ്പാവ് ധരിച്ച് വെള്ളവസ്ത്രം ധരിച്ച് നൂറുകണക്കിന് ആളുകൾ അശ്വാരൂഢന്മാരായ ഒരു പടക്കൂട്ടം നിന്ന് പാഞ്ഞു വരികയാ. അവരെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. അവരാരെന്ന് എനിക്കറിയില്ല. മരുഭൂമിയുടെ മറുഭാഗത്ത് നിന്ന് വെള്ളക്കുതിരകളുടെ പുറത്തേറി നൂറുകണക്കിന് ആളുകൾ പാഞ്ഞു വന്ന് എതിരെ പാഞ്ഞു വരുന്ന ശത്രുക്കളെ വക വരുത്തുകയാ. അവരെന്നോട് പറഞ്ഞു, റഫേ, ആ വന്ന കുതിരപ്പട്ടാളക്കാരനോട് പറഞ്ഞു, റഫേ, ഓടി രക്ഷപ്പെട്ടോ, ഓടി റഫേ, ഓടി റഫേ, ഓടി രക്ഷപ്പെട്ടോ റഫേ. ഇവരെ ഞങ്ങൾ നോക്കൊള്ളാം, ഞങ്ങൾ കൈകാര്യം ചെയ്തു കൊള്ളാം. അവരവരെ വകവരുത്തി, അവര് വകവരുത്തിക്കൊണ്ടിരിക്കവേ ഞാൻ മരുഭൂമിയിലൂടെ ഓടി 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 ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലെത്തുമ്പോ ഹബീബായ നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അർദ്ധരാത്രിയിൽ ആ മരുഭൂമിയിലെ പട്ടാള പെണ്ണിന്റെതാണ് നീലനിലാവിന്റെ താരാട്ട് കേട്ട് ഒരു നീലപ്പൊന്മാനെ പോലെ ആ സൗന്ദര്യത്തിന്റെ മാറിവില്ലിന്റെ പ്രതീകം അങ്ങനെ നീണ്ടു വന്ന് കിടന്നുറങ്ങുകയാ. ഞാനവിടെ ആ മരുഭൂമിയിൽ നീലനിലാവിന്റെ താര ഇങ്ങനെ കിടക്കുന്ന സൗന്ദര്യത്തിന്റെ താരകമായ എന്റെ ഹബീബായ മുത്തിനെ ഞാൻ ഇങ്ങനെ നോക്കി നിന്നു. കുറെ നേരം അല്ലാഹുവിന്റെ റസൂൽ മുഖത്തേക്ക് ഞാൻ ഇങ്ങനെ നോക്കി നിന്നു.
റളിയല്ലാഹു അൻഹു പറയാണ്, എന്റെ ഹൃദയം വല്ലാതെ അഭിമാനപൂരിതമായി. ആരാണ് ഈ കിടക്കുന്നത്? ഫരിസ്തേക്കിതം റസൂലേ ഹഷം തമാമേ ഉമം ഗുലാമേ കറം വജൂദോ അദം ഹുദൂസോ ഖിദം തുമാരേ അല്ലാഹ്. പരിസ്തേക്കിതം, ഇതാരാണ്? മലക്കുകൾ കാലുതൊട്ട പ്രവാചകൻ. ആരാണിത്? റസൂലേ ഹറം, ഇരു ഹറമിന്റെ റസൂലാണ് കിടക്കുന്നത്. ആ കിടന്നുറങ്ങുന്ന മുത്തിന്റെ പാദങ്ങളിലേക്ക് കൊണ്ടുപോയി ഞാൻ എന്റെ മുഖം ചേർത്ത് വെച്ചു. എന്നിട്ട് റസൂലുള്ളാഹിയുടെ കാലിലേക്ക് എന്റെ മുഖം ചേർത്ത് വെച്ച് അള്ളാന്റെ റസൂലിന്റെ കാൽച്ചുവട്ടില് ഞാനൊരു മുത്തം കൊടുത്തു. ആനായ റളിയല്ലാഹു അൻഹു പറയാ, മരുഭൂമിയിൽ കിടന്നുറങ്ങുന്ന റസൂലുള്ളാഹിയുടെ പാദത്തിൽ ഞാനൊരു മുത്തം കൊടുത്തു. അവരൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ്. പുണ്യ റസൂലിന്റെ കാലിൽ അവർ ചുണ്ടുകൾ വെച്ചുവല്ലോ. ആ പുണ്യ റസൂലിന്റെ വെണ്ണക്കൽ പാദങ്ങളിൽ തങ്ങളുടെ ചുണ്ടുകൾ വെച്ചിട്ട് നേരിട്ട് മുത്താ ഭാഗ്യം ലഭിച്ച സഹാബ, നിങ്ങൾ എത്ര ഭാഗ്യവാന്മാരാണ്. ആ കാലഘട്ടത്തിന്റെ ചെറുപ്പക്കാരൻ എത്ര ഭാഗ്യവാനാ. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഹബ്ബുർ റസൂൽ പ്രഭാഷണം ഈ 9, 10 തീയതികളിൽ പൂക്കോട്ടൂർ നടക്കും. മലപ്പുറം ജില്ലയിലെ ലക്ഷക്കണക്കിന് സലാത്ത് തുല്ലുന്ന സദസ്സാണ്. മുത്തു റസൂൽ നിയോഗവും വിയോഗവും എന്ന പ്രഭാഷണം നടക്കും. അല്ലാഹു സ്വീകരിക്കട്ടെ. എല്ലാവരെയും അവിടേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. യാ റസൂലല്ലാഹ്, ഓ യാ ഹബീബല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ പാദത്തിൽ ഞാൻ ചുംബിച്ചു. അല്ലാഹുവിന്റെ റസൂൽ എഴുന്നേറ്റു. റഫേ യാ റസൂലല്ലാഹ്, അങ്ങേൽപ്പിച്ച ദൗത്യം നിർവഹിച്ചു. റഫിദാ തിരിച്ചു വന്നു നബിയേ. എന്നിട്ട് റഫർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, ഞാൻ ഈ ചരിത്രം പറഞ്ഞത് നബിയേ, ഞാൻ രാത്രിയിൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുമ്പോ എന്നെ കൊല്ലാൻ എതിരാളികൾ എന്റെ തൊട്ടുപിറകിലും ആളുമായി വന്നു നിൽക്കുമ്പോ യക്ഷാരൂഢന്മാരായ കുതിരപ്പുറത്ത് കുറെ വെള്ളത്തലപ്പാവ് ധരിച്ച നല്ല സുന്ദരമായ മുഖമുള്ള കുറെ കുതിരപ്പടയാളികൾ എന്നെ രക്ഷിക്കാൻ വന്നു നബിയേ. അവരാരെന്ന് എനിക്കറിയില്ല. അവരെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. അവരെ ഞാൻ ഇതിനു മുമ്പ് പരിചയമില്ല. ആ സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റഫേ, അതാരെന്നറിയുമോ? ഇല്ല നബിയേ, അതാ മലായികത്തുല്ലാഹ്, അതാ മലായികത്തുല്ലാഹ്, അത് അല്ലാഹുവിന്റെ മലക്കുകളാണ്. റഫേ, പാതിരാ സമയത്ത് എല്ലാവരും ഉറങ്ങിക്കിടന്നപ്പോ അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ജീവൻ കഴിപ്പിച്ചിട്ട് ശത്രുപാളയത്തിലേക്ക് പോയ നിന്നെ രക്ഷിക്കാൻ പാതിരാത്രിയിൽ അല്ലാഹുവിന്റെ മലക്കുകളെ അല്ലാഹു ഇറക്കി വിട്ടതാണെന്ന് റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് ജീവിതത്തിൽ 1000 പ്രയാസങ്ങളും ദുഃഖങ്ങളും പ്രശ്നങ്ങളും നാം അനുഭവിക്കുമ്പോ എന്റെ റബ്ബെന്നെ കൈവിട്ടെന്ന് കരുതണ്ട, അല്ലാഹു എന്നെ ദുഃഖിപ്പിച്ചെന്ന് പറയണ്ട, വേണ്ടാത്തതൊന്നും പറയണ്ട. 2.5 വയസ്സുള്ള പൊന്നുമോൻ ഇബ്രാഹിം മരണപ്പെട്ട് കിടക്കുമ്പോ ഇബ്രാഹിമിന്റെ മൃതദേഹവും കയ്യിൽ പിടിച്ചു പൊട്ടിക്കരഞ്ഞിട്ട് ഇന്നാ ബിമൗതികയാ ഇബ്രാഹിം ലമഹ്സൂനൂ, പൊന്നുമോനെ ഇബ്രാഹിമേ, നിന്റെ ഈ മരണത്തിൽ ഞങ്ങൾ അതീവ ദുഃഖിതരാണെന്ന് റസൂല് പൊട്ടിക്കരഞ്ഞ് പൊന്നുമോൻ ഇബ്രാഹിമിന്റെ മയ്യത്ത് ഖബറടക്കി തപ്തഭാരത്താൽ കണ്ണീര് കിനിയുന്ന ഹൃദയവുമായി അന്ന് പശ്ചിമ നബിയുടെ മിമ്പറിൽ ഹബീബായ നബി തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ എന്ന മിമ്പറിൽ കയറിയിട്ട് പറഞ്ഞു, അത്രേ വൽ ഖൽബു യഹ്സുനു വല്ലൈനു തദ്മഉ. ഈ ഒരൊറ്റ വാക്കിൽ തന്നെ കേൾക്കാനെത്തവരോട് ഞാൻ എന്നൊരു സന്ദേശമായിട്ട് പറയാം. പ്രയാസങ്ങളും ദുഃഖങ്ങളും തളർത്തുന്നോടി പെങ്ങളെ, മക്കളെ ഓട്ട്, ഭർത്താവിനോട്ട്, കടങ്ങളോട്ട്, പ്രയാസമോട്ട്, മക്കളുടെ കുടുംബ ജീവിതമോട്ട്, ഏറ്റവും പ്രധാനപ്പെട്ട മാറാ രോഗങ്ങളോട്ട്. ഇന്നിവിടെ എത്തിയപ്പോ മുസ്തഫ സാഹിബിന്റെ കയ്യിലൊരു കത്ത് തന്നു. ഇവിടെ ഇരിക്കുന്ന 7 വല്ല കൂട്ടുകാരികളും എന്റെ പേരിന്റെ കയ്യിൽ ഒരു പേപ്പർ തന്നു. ഈ MES ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന ഫാത്തിമ തസ്രി എന്ന് പറയുന്ന ഒരു ഹിസാന തസ്രി എന്ന ഒരു പാവപ്പെട്ട 9ാം ക്ലാസ്സുകാരി മഞ്ഞപ്പിത്തം ബാധിച്ചു, ആരും അറിഞ്ഞില്ല. കോഴിക്കോട്
കോഴിക്കോട് മിംസ് ഹോസ്പിറ്റല് അതീവ ഗുരുതരാവസ്ഥയിൽ കഴിയുകയാണ്. ഒരു ദിവസം ഏതാണ്ട് 60,000 രൂപയുടെ ഇഞ്ചക്ഷനാണ് എടുക്കുന്നത്. വാപ്പയാണെങ്കിൽ ഒരു പാവപ്പെട്ട ക്യാൻറ്റീനിലെ തൊഴിലാളി. അല്ലാഹുവേ അല്ലാഹുവേ, കരയാൻ വേണ്ടി മാത്രമാണോ നീ ഞങ്ങളെ ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടത്? അല്ലാഹുവേ അല്ലാഹുവേ, ക്യാൻറ്റീനിൽ ജോലിയെടുക്കുന്ന പാവപ്പെട്ട ഉപ്പ 60,000 രൂപ ഒരു ദിവസം തന്നെ മകൾക്ക് വേണം. ആ പ്രിയപ്പെട്ട പൊന്നുമോളുടെ കൂടെ പഠിപ്പിക്കുന്ന കൂട്ടുകാരി വാക്കബി ദുആ ചെയ്യണേ. ഈ സമയത്ത് നമുക്ക് ദുആ ചെയ്യാമല്ലാഹു ആ പ്രിയപ്പെട്ട പൊന്നുമോളുടെ രോഗശുഭയാക്കി കൊടുക്കട്ടെ. അല്ലാഹുവേ, സന്തോഷത്തോടെ ആരോഗ്യത്തോടെ പൂമ്പാട്ടുകളോട് കളി പറന്ന് ജനാല ചില്ലുകളിലൂടെ സ്വപ്നം കണ്ട് നടന്ന കൊച്ചു പ്രായത്തില് കിഡ്നിയെ ബാധിച്ചു, കരളിനെ ബാധിച്ചു, ലിവറിനെ ബാധിച്ചു, മഞ്ഞപ്പിത്തം. അല്ലാഹുവേ, വെന്റിലേറ്ററിൽ കഴിയുന്ന പ്രിയപ്പെട്ട പൊന്നുമോൾക്ക് നീ എല്ലാവിധ ശുഭയും നൽകി ജീവിതത്തിലേക്ക് തിരിച്ചു വരുത്തണേ അല്ലാ, തിരിച്ചു വരുത്തണേ അല്ലാ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സമയം പരിമിതമാണല്ലോ സഹോദരങ്ങളെ. വിഷയത്തിന്റെ മർമ്മങ്ങളിലേക്ക് എത്തുമ്പോൾ നമ്മുടെ കർമ്മങ്ങളിലേക്ക് നമുക്ക് ചുരുക്കേണ്ട അവസ്ഥയിലാണ്. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട സഹോദരിമാരോട് 1000 പ്രയാസങ്ങളും ദുഃഖങ്ങളും നമ്മളെ മാടി വിളിക്കുമ്പോ, കവിൾത്തടത്തിലൂടെ കണ്ണുനീര് തടം തല്ലി യാത്രടുമ്പോ, ഇന്നലെ ഞാൻ ഇവിടേക്ക് വരാൻ യാത്ര തിരിഞ്ഞു നിൽക്കുമ്പോ ഒരു മരണവാർത്ത കേട്ടു. മരണവാർത്ത ഏതാ? ഇളമ്പള്ളൂരുള്ള എന്റെ നാട്ടിൽ നിന്ന് ഏതാണ്ട് 10-15 കിലോമീറ്റർ അകലെയുള്ള ഒരു ചെറുപ്പക്കാരൻ ബൈക്ക് ആക്സിഡന്റിൽ മരിച്ചുപോയി. ഈ വരുന്ന 7-ാം തീയതി അവന്റെ കല്യാണമാ. ഈ വരുന്ന 7-ാം തീയതി കല്യാണമാണ്. കല്യാണം വിളിക്കാൻ പോയതാണ്. കൂട്ടുകാരെയൊക്കെ കല്യാണം വിളിച്ചതാ. ഇന്നലെ വൈകുന്നേരം എതിരെ വന്ന ഒരു വാഹനവുമായി കൂട്ടിയിടിക്കുമ്പോ പുതുവസ്ത്രം ധരിക്കാൻ കാത്തിരുന്ന പൊന്നുമോനെ 3 വെള്ളത്തുണയിൽ പൊരിഞ്ഞ് വീടിന്റെ ഉമ്മറപ്പടിയിൽ നിൽക്കുമ്പോ കല്യാണ ചെറുക്കനായി ഒരുങ്ങി പോകേണ്ടവൻ വെള്ളത്തുണി ധരിച്ചിട്ടവൻ പള്ളിക്കാട്ടിലേക്ക് പോയി. അത്രേ 1000 പ്രയാസങ്ങൾ നമ്മുടെ ഹൃദയത്തെ ഇങ്ങനെ മാടി വിളിക്കുമ്പോ നമ്മുടെ പ്രിയപ്പെട്ട നാസർ സാഹിബ് അദ്ദേഹത്തിന് മരണപ്പെട്ടു പോയ മകൻ ഷാരിസിന് വേണ്ടി ദുആ ചെയ്യാൻ ഒരു സദഖ നമുക്ക് നൽകിയിട്ടുണ്ടല്ലോ. തന്റെ പ്രിയപ്പെട്ട സ്നേഹിച്ചു കൊതുതീരുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോയ തന്റെ മകനോത്ത് ദുഃഖിക്കുന്ന ആ കുടുംബം നീ സബർ നൽകണേ അല്ലാ. ആ പരീക്ഷണങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാ. പ്രിയപ്പെട്ട പൊന്നുമോൻ ഇബ്രാഹിമിന്റെ മയ്യത്തെ ഖബറടക്കിയിട്ട് അന്ന് അന്ന് മദീനത്തെ പള്ളിയുടെ മിമ്പറിൽ അല്ലാഹുവിന്റെ റസൂൽ പ്രസംഗിച്ച ഒരു വാക്കാണിത്. വൽ ഖൽബു യഹ്സുനു വല്ലൈനു തദ്മഉ ലാ ഖൂറു ഇല്ലാ യുർദി റബ്ബു വൽ ഖൽബു യഹ്സുനു. അല്ലാഹുവേ, എന്റെ ഹൃദയത്തിന്റെ ദുഃഖം തീർന്നിട്ടില്ല റബ്ബേ. എന്റെ പൊന്നുമോനെ മയ്യത്തടക്കി തിരിച്ചു വന്നിട്ട് ഉപ്പാന്റെ കണ്ണുനീര് തീർന്നിട്ടില്ല അല്ലാ. വല്ലൈനു തദ്മഉ, എന്റെ കണ്ണിലൂടെ കണ്ണുനീർ ഒലിക്കുന്നു അല്ലാ. എന്റെ ഹൃദയത്തിൽ ഇത്രത്തോളം ദുഃഖവും പ്രയാസവും ഉണ്ടെങ്കിലും ലാ ഖൂറു ഇല്ലാ യുർദി റബ്ബു, എന്റെ റബ്ബിന് ഇഷ്ടപ്പെടാത്തൊരു വാക്ക് മുഹമ്മദ് പറയില്ല റബ്ബേ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ത് പ്രയാസം വന്നാലും ദുഃഖം വന്നാലും ഏതൊക്കെ ബുദ്ധിമുട്ട് വന്നാലും അല്ലാ നിനക്കിഷ്ടപ്പെടാത്തൊരു വാക്ക് പറയില്ല അല്ലാ. അതുകൊണ്ട് പാരാവാരം പോലെ ഈ മനം കോച്ചുന്ന ഡിസംബറിന്റെ രാത്രിയിൽ കിനാത്തുകൾ ഉള്ളിൽ ഒരുമിച്ച് കൂടിയ ഓരോരുത്തരോടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. 2 കാര്യങ്ങളെ ജീവിതത്തിൽ മുറുകെ പിടിക്കണേ. വല്ലൈലി ഇദാ സജാ,
ഒന്ന്, സൂറത്തുൽ ദുഹാ പതിവായി പാരായണം ചെയ്യുക. 2, ദുഹാ നമസ്കാരം നിർവഹിക്കുക. 3, രാത്രിയിൽ പരമാവധി എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കുക. ഈ 3 നിട്ടകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ, മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. നിന്റെ അല്ലാഹു നിന്നെ കൈവിടില്ല തിരുദൂതരെ. അല്ലാഹുവിന്റെ റസൂലിനോടാണ് പറഞ്ഞത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളെ രക്ഷിക്കാൻ ലോകത്തിന് അവതാരത്തിന് കഴിയില്ല, ഒരു മനുഷ്യ ദൈവത്തിന് കഴിയില്ല. നമ്മുടെ കണ്ണുനീരുകൾക്കാണ് നമ്മളെ രക്ഷിക്കാൻ കഴിയുക. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കരയുക. വലമ്മന ഖലല്ലയ്യാബു മിൻ തൂലി ഗഫലതി ബിഅമാലി മഗ്റൂരിൻ വഅമാലി സല്ലതി. ഓടി ഓടി ഓട്ടോട്ട് നമ്മുടെ ഹൃദയം കരയട്ടെ. 8 മാസം മുമ്പ് മുസ്ലിമായ ഷഹീദ് ഫൈസലിന് പോലും തഹജ്ജുദ് നിസ്കരിച്ചിട്ടാണ് മരിക്കാൻ കഴിഞ്ഞെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ വർഷത്തെ നമ്മുടെ ന്യൂ ഇയർ പ്രഭാഷണം ഷഹീദ് ഫൈസലിന്റെ നാട്ടിലാണ്, കൊടുങ്ങിയിൽ. ഞാൻ അദ്ദേഹത്തിന്റെ വീട് സന്ദർശിക്കാൻ പോയപ്പോ ആ മഹല്ലുകാരും നാട്ടുകാരും ഒന്നിച്ചു ചോദിച്ചു, ഉസ്താദ് ഒന്ന് വരുമോ ഞങ്ങളുടെ നാട്ടിൽ? അങ്ങനെ ഒരു നിമിത്തം പോലെ ഇൻഷാ അല്ലാഹ് 8 മാസത്തെ ഇസ്ലാം കൊണ്ടും ലോകത്തെ ഞെട്ടിച്ച ഫൈസലിന്റെ നാട്ടിലാണ് ഈ വർഷത്തെ ന്യൂ ഇയർ പ്രഭാഷണം നടക്കുക. കോടിക്കണക്കിന് ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സദസ്സ് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറഞ്ഞു കൊടുത്ത ഉപായമാണ് വല്ലുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. 1, സൂറത്തുൽ ദുഹാ ഓതുക. ഇൻഷാ അല്ലാഹ് ഓതൂലേ? 2, ഇന്നത്തെ പ്രസംഗം റാഹത്തായില്ലേ? 1 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ മതി. പക്ഷെ അതുകൊണ്ട് നമുക്കൊരു തൗഫീഖ് ഉണ്ടാകണം. സമയം കാലാവസ്ഥ പ്രതികൂലം, സമയം 11 മണി വരെയാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കൊന്ന് കാര്യമായിട്ട് ദുആ ചെയ്യണം. വല്ലപ്പോഴും ഒക്കെ വരുമ്പോ ഏറ്റവും വലിയ പ്രതീക്ഷ ദുആയിലാണ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. വലിയൊരു സന്തോഷം നിങ്ങളോട് ഞാൻ പങ്കുവെക്കുന്നു. ഒരാൾ എഴുന്നേക്കത് ദുആ കഴിയാതെ ഇപ്പൊ ഈ മഴ പെയ്യണ സമയത്ത് ദുആ ചെയ്ത് അല്ലാഹു സ്വീകരിക്കും. ചില സമയങ്ങളുണ്ട്, ആ സമയത്ത് ദുആ ചെയ്ത് അപ്പൊ സ്വീകരിക്കും. അതിലൊന്നാണ് മഴ പെയ്യുന്ന സമയം. ഇന്ദ നുസൂലിൽ മത്തരി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ സ്വീകരിക്കപ്പെടുന്ന സമയം പറഞ്ഞപ്പോ ഒന്നാമതായി നബി തങ്ങൾ പറഞ്ഞതാണ് രാത്രിയിൽ ദുആ ചെയ്യുക. 2, ഇന്ദ നുസൂലിൽ മത്തരി. എപ്പോഴും മഴ പെയ്യുന്നുവോ ആ സമയത്ത് നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുക. ഇത് 2 ഒന്നിച്ചു വന്ന സമയമാണ്. ഇപ്പൊ രാത്രിയാണ്, മഴയും പെയ്യുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, വലിയ സന്തോഷപ്പെടാന്നറിയോ? വലിയ സന്തോഷം. ഉസ്താദെ, ലൈവായിട്ട് ഇത് കാണുന്ന ധാരാളം ആളുകളുണ്ട്. MFIP-യിലൂടെ ധാരാളം ആളുകൾ ഉറക്ക വിളച്ചിട്ട് ലൈവ് കൃത്യമായി കാണുന്നവർ ദുആയി കാമ്യം പിടിക്കാൻ. ഒരു സദസ്സിൽ പോയപ്പോ അന്ന് ബഹുമാനപ്പെട്ട വലിയൊരു ശൈഖ് അവറുകൾ ഉള്ളത് കൊണ്ട് ഞാൻ ദുആ ചെയ്യാതെ പ്രസംഗം നിർത്തിയിട്ട് ഞാൻ പോയി. ദുആ പിന്നെയായിരുന്നു. അന്ന് അബ്ദുള്ളാക്ക് കേട്ട വഴക്കിനൊരു കണക്കുമില്ല. വഴക്കല്ല, അവരുടെ സ്നേഹത്തോടെയുള്ള പരിഭവം. ഉസ്താദിന്റെ ഒരു ദുആയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഉറക്ക വിളച്ച് ഗൾഫിലൊക്കെ ഉസ്താദ് ദുആ ചെയ്യാതെ പോയി. എനിക്ക് ശേഷം എന്നേക്കാൾ വലിയ ഈ ആളുകൾക്ക് എന്താണെന്നറിയോ, ഈ ആളുകളെ അല്ല പരിഗണിക്കാൻ, ചുമ്മാ വാക്കിന്റെ കസർത്തിനെയാണ്. എന്നേക്കാൾ നല്ല ദുആയ്ക്ക് ഇജാബത്തുള്ള ഒരാളുള്ളത് കൊണ്ടാണ് ഞാനന്ന് ദുആ ചെയ്യാതെ പോയത്. പക്ഷെ അവർക്കൊരു ആഗ്രഹമുണ്ട്. ഏറ്റവും വലിയ സന്തോഷം ഇങ്ങനെയൊക്കെ ഷൗക്കത്തിനെയൊക്കെ ചേർത്ത് ഇങ്ങനെ പറയുമ്പോ ഒത്തിരി പേര് ഒന്ന് പറ്റീന്. അത് വ്യാമോഹമാണ്, അങ്ങനെ തെറ്റൂല. അങ്ങനെ തെറ്റണമെന്നുണ്ട് നമ്മൾ ഇന്ന് തെറ്റും. എന്തിനാ തെറ്റേണ്ട കാര്യം എന്താ ഉള്ളത്? ഒരു ബന്ധം, സൗഹൃദങ്ങൾക്ക് എപ്പോഴും ഞാൻ ഒരാളുമായിട്ട്, എന്റെ ഒരു സ്വഭാവം, ഞാൻ ഒരാളുമായിട്ട് പെട്ടെന്ന് എടുക്കില്ല. ഫോൺ വിളിച്ചെടുക്കില്ല, വിളിച്ചാൽ വീട്ടിൽ പോവില്ല. അങ്ങനെയൊക്കെ ഒരു അകലം പാലിക്കുന്ന ആളാണ് ഞാൻ. ഒരാളുമായിട്ട് പെട്ടെന്ന് അടുക്കില്ല, പക്ഷെ അടുത്താൽ പിന്നെ വിടൂല്ല. അങ്ങനെയാണ്. എനിക്കുള്ള സൗഹൃദങ്ങളൊന്നും ഇന്ന് വരെ നഷ്ടപ്പെടുള്ള സൗഹൃദങ്ങളൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്. ഷൗക്കത്ത് സിംസാറിലൊക്കെ ഉദവിയുടെ കൂടെ ഫലസ്തീനിൽ യാത്ര, അതുപോലെ ബാക്കവിയായിട്ട് ഇപ്പൊ സിംസാറിലൊക്കെ ഉദവിയുടെ കൂടെ എന്നെ വിളിച്ച് ഉസ്താദും കൂടെ വരുമോ? അന്ന് സിംസാറിലൊക്കെ ഉദവിയുണ്ട്, മുസ്തഫ ഉദവിയുണ്ട്. അവർ 2 പേരെ എന്നെ മാറി വിളിച്ചു, ബാക്കവി നിങ്ങളും കടവാ. എനിക്ക് ഒഴിവില്ലാത്തതുകൊണ്ട് ഞാൻ പോയില്ല. ഷൗക്കത്തിനോട് ഉസ്താദെ, ഞാൻ പറഞ്ഞു നീ പൊക്കോ, ഓരോ കൂടെ പൊക്കോ.
എന്നെ ആ സംസാർ ഹക്കുദവിയോട് ഞാൻ വിളിച്ചു പറഞ്ഞു, എന്റെ ഒരു സുഹൃത്ത് ഷൗക്കത്ത് വരുന്നുണ്ട്, പരിചയപ്പെടണം. അങ്ങനെ പരിചയപ്പെടുത്തി കൊടുത്തത്. അള്ളാഹു നമ്മുടെ ബന്ധങ്ങളെ നിലനിർത്തി തരട്ടെ. സിംസാലൊക്കെ ഉദവി ഇപ്പൊ ഒരു ദിവസം എന്റെ വീട്ടിലുണ്ട്, തിരുവനന്തപുരത്ത് പരിപാടി എന്റെ വീട്ടിലെ താമസം. ഞങ്ങളൊക്കെ തമ്മിൽ നല്ല സൗഹൃദം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ പേരിൽ നിങ്ങൾ വലിയ വഴക്കുണ്ടാക്കാൻ വേണ്ടി നിൽക്കണ്ട. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ, അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഞങ്ങൾ തമ്മിൽ നല്ല സൗകര്യം. ഇന്നിപ്പോ ഞാൻ കയറാൻ നേരത്തെ എന്നെ വിളിച്ചോട് ചോദിച്ചു, അളിയ മഴയുണ്ടോ? ഞാൻ പറഞ്ഞു, പൊന്നളിയാ മഴയില്ല. ഉഷാറ് വാക്ക് വരുന്നെങ്കിൽ മെസ്സേജ് അയച്ചു, അളിയ മഴയുണ്ടോ? ഞാൻ ഇല്ല, പൊന്നളിയാ മഴയില്ല. അപ്പൊ ഞങ്ങൾ അളിയന്മാരും അച്ചമ്പിമാരൊക്കെ ആയിട്ടുണ്ട്. നിങ്ങളത് വെറുതെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതൊക്കെ അള്ളാഹുടെ ദീനിന്റെ ഒരു മാർഗമാണ്. അള്ളാഹുവിനെ നിലനിർത്തി തരട്ടെ, അള്ളാഹു നമുക്കത് നിലനിർത്തി തരട്ടെ, അള്ളാഹു നമുക്കത് നിലനിർത്തി തരുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ട് ഈ സദസ്സിലെ ദുആയ്ക്ക് വേണ്ടി ഈ അപവാദങ്ങളൊക്കെ കേൾക്കുമ്പോഴും മനസ്സിനൊരു കുളിരെന്താണെന്നറിയാവോ? ഉസ്താദ് ദുആ ചെയ്യപ്പോൾ എന്റെ ക്യാൻസർ മാറി. എത്ര മിനിങ്ങാന്നൊരു ചെറുപ്പക്കാരൻ ഉസ്താദെ ക്യാൻസർ ആയിരുന്നു, ഇപ്പൊ അൽഹംദുലില്ലാഹ്. പത്തനംതിട്ടയിൽ ഞാൻ പ്രസംഗിക്കാൻ, ഞാൻ പ്രസംഗം തുടങ്ങി അവസാനം ഒന്നാതെ ഈ നോട്ടിന്റെ ഒക്കെ ടൈറ്റ് ഉള്ളതുകൊണ്ട് ആളുകൾ ഇപ്പൊ പൈസ പറയൂല. അപ്പൊ ഞാൻ വെറുതെ ചോദിച്ചൊരു 25,000 രൂപ ആരാ പറയാ? ഒരു പയ്യൻ ചാടി എഴുന്നേറ്റ്, ഉസ്താദെ ഞാൻ തന്നേക്കാം. ആകെ ഇത്ര ഒരു നരിച്ചീരി മാതി ഇത്രേ ഉള്ളൂ. വാളൊക്കെ കഴിഞ്ഞ് എന്നെ കാണാൻ വന്നപ്പോ ഞാൻ ചോദിച്ചു, മോനെ നിനക്ക് എന്താ പരിപാടി? ഞാൻ BA പഠിക്കുകയാണ്. ഞാൻ 25,000 രൂപ എങ്ങനെ കൊടുക്കും? അവനോട് പറഞ്ഞു, ഉസ്താദെ ഞാൻ വരുന്നത് അവിടെ നിന്ന് 40 കിലോമീറ്റർ അപ്പുറത്താണ് അവന്റെ വീട്. ഞാൻ വരുന്ന എന്റെ വാപ്പ എന്നെ പറഞ്ഞു വിട്ടതാണ്. എന്റെ വാപ്പാക്ക് ക്യാൻസർ ആയിരുന്നു. ഉസ്താദിന്റെ കാസറ്റ് കേട്ടപ്പോ അതിനകത്ത് ഒരു സംഖ്യ നേർച്ചയാക്കി. ഇപ്പൊ വാപ്പാക്ക് ഒരു പ്രശ്നവും ഇല്ല. 90% ക്യാൻസർ ഇപ്പൊ 13% ബ്ലഡിൽ കുറഞ്ഞിട്ടുണ്ട്. വാപ്പ രാത്രി യാത്ര ചെയ്യാറില്ല. എന്നെ പറഞ്ഞു വിട്ടാണ്. ഉസ്താദ് എത്ര രൂപയാണ് ആദ്യം ചോദിക്കുന്നത്? ആദ്യം നീ പറഞ്ഞേക്കണം, വാപ്പ ഇൻഷാ അല്ലാഹ് എത്തിച്ചു തരും. അതൊക്കെ കേൾക്കുമ്പോ മനസ്സിനുണ്ടാകുന്ന അനൽപമായ ഒരു സന്തോഷവും. പിന്നെ നിങ്ങൾ നോക്കി, ഇതിന് മാത്രം പെണ്ണുങ്ങള് എവിടെ കാണുക? ഈ മഴയത്തോ പാവങ്ങൾ വന്നിരിക്കുന്നുണ്ട്. കാരണം അവർക്കറിയാം, ഈ പെണ്ണുങ്ങൾക്കാണ് പെട്ടെന്ന് കാര്യങ്ങൾ അറിയാൻ. അയാൾ വെറും പാവാന്നൊക്കെ പെട്ടെന്ന് തിരിച്ചറിയുന്ന പെണ്ണുങ്ങളാണ്. ആണുങ്ങൾക്ക് കുശുമ്പും കുന്നായ്മയും കുറച്ച് കൂടുതലാണ്, അംഗീകരിക്കാനുള്ള മനസ്സും കൂടുതലാണ്. പെണ്ണുങ്ങൾ അങ്ങനെയല്ല. പള്ളിയിൽ വരുന്ന ആലിമീങ്ങൾ ഒരു മുക്രിയാണെങ്കിലും അവരോടൊരു സ്നേഹവും ഒരു വിശ്വാസം സ്ത്രീകൾക്ക് കൂടുതലാണ്. അവരെപ്പോഴും നല്ലവരാണ്. ഉള്ള 2 മോതിരങ്ങൾ തന്ന അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ബാക്കി വന്നപ്പോഴേ സ്വർണ്ണ ലോക്കറ്റൊക്കെ തന്നിട്ടുണ്ട്. അവർക്കറിയാം തന്നതൊന്നും പാഴായിട്ടില്ല. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആ സഹോദരൻ ഉസ്താദിന്റെ വാപ്പ പറഞ്ഞു വിട്ട് ആദ്യം ബാക്കി ഉസ്താദ് ചോദിക്കുന്ന പൈസ പറയാം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതോടൊപ്പം തന്നെ അള്ളാഹുവേ, ഞങ്ങളുടെ ഈ സദസ്സിന്റെ ദുആ, ഇതില് രോഗികളുണ്ട്, കടബാധ്യതയുള്ളവരുണ്ട്, പ്രയാസങ്ങളുള്ളവരുണ്ട്. എല്ലാവരുടെയും പ്രയാസങ്ങളെ മാറ്റണേ അല്ലാ. ഈ റഹ്മ പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കും. ഈ റഹ്മ പാവപ്പെട്ടവർക്ക് മരുന്ന് വാങ്ങിക്കാൻ പൈസ കൊടുക്കും. ഈ റഹ്മ ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കും. ഇൻഷാ അല്ലാഹ് അതിലേക്ക് ഒരു 10,000 രൂപ നോട്ടൊക്കെ നിരോധിച്ചുകൊണ്ട് വലിയ സംഖ്യ ഒന്നും ചോദിക്കില്ല. ഇന്നത്തെ ഈ സമാപന സദസ്സ് നാളെ കൂടെ എന്റേത് ഉണ്ടാവേണ്ടതാണ്. നാളെ എന്റെ നാട്ടിലൊരു ശരീഅത്ത് സംരക്ഷണ റാലി അടുത്താണ്. എന്റെ സംഘാടകൻ ഞാനായതുകൊണ്ട് എനിക്ക് പോയേ പറ്റും. പെട്ടെന്നുണ്ടായൊരു സംഭവമാണ്. ബഹുമാനപ്പെട്ട അബ്ദുസ്സമദ് പൂക്കൂട്ടൂരാണ് അതിന്റെ മുഖ്യ പ്രഭാഷണം. മറ്റന്നാളാണ് റാലി. നാളെ ഇതിന് മുമ്പായി ഈ സന്ദേശ റാലികളൊക്കെ നടക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട പൂക്കോട്ടൂർ അബ്ദുസ്സമദ് സാഹിബാണ് അതിന്റെ മുഖ്യ പ്രഭാഷകൻ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഈ സദസ്സിൽ രാത്രിയാണ്, മഴ പെയ്യുന്ന സമയം, ദുആ സ്വീകരിക്കപ്പെടുന്ന സമയം ഒരു 10,000 രൂപ റഹ്മ ചാരിറ്റബിൾ ട്രസ്റ്റിന് വേണ്ടി ഈ സമാപന ദിവസം ഇൻഷാ അല്ലാഹ് ആരെങ്കിലും സന്തോഷത്തോടെ ഒരാഗ്രഹം മനസ്സിൽ വെച്ച്, ഒരു പ്രയാസം മാറാൻ, ഒരു രോഗം മാറാൻ, ഒരു മാറാരോഗങ്ങൾ ശിഫയാവാൻ, കടങ്ങളൊക്കെ വീട് കിട്ടാൻ, ഈ പ്രതിസന്ധിയുടെ സമയത്ത് അല്ലാഹുവേ ഈ നന്മയുടെ സദസ്സിന് വേണ്ടി കൊടുക്കാൻ അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാ. ആരാ ഒരു 10,000 രൂപ പറയാ? തക്കബ്ബലല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരു സഹോദരൻ അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. അദ്ദേഹത്തിന്റെ മനസ്സിലെ ഏതാഗ്രഹമാണോ കബൂലാക്കണേ തമ്പുരാനെ. ഏതാഗ്രഹത്തോട് പറഞ്ഞോ റബ്ബേ കരുണക്കടലേ, രഹസ്യ പരസ്യങ്ങൾ അറിയുന്ന തമ്പുരാനെ നീ ഇത് സ്വീകരിക്കണേ അല്ലാ. ഈ മഴത്തുള്ളികൾ വർഷിക്കുന്നതിനേക്കാൾ വേഗത്തിൽ നിന്റെ അനുഗ്രഹം വർഷിപ്പിക്കണേ അല്ലാ. സയ്യിദനാ മുഹമ്മദിൻ വാലിഹി വസഹ്ബിഹി അജ്മഈൻ. രണ്ടാമതാരാ പറയാ? ഒരു 10,000 രൂപ
ഇത് കൈപൊക്കിയാൽ മതി. പിന്നീട് നോട്ടിന്റെ പ്രയാസമൊക്കെ മാറുമ്പോൾ അങ്ങോട്ട് കൊടുത്താൽ മതി. കുറച്ചൊക്കെ ഏപ്രിലിൽ കൊടുത്താൽ മതി. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഓൺലൈനിലൂടെ കേൾക്കുന്ന എന്റെ സഹോദരൻ ഇൻഷാ അല്ലാഹ് അവർക്ക് സദക്ക ചെയ്യാം. അതോടൊപ്പം തന്നെ 4-ാം തീയതി ഞാൻ നടത്തുന്ന ഒരു പരിപാടി ഉണ്ട്. അന്നത്തേക്കും കൂടെ അവർക്ക് സദക്ക മാറ്റി വെച്ചേക്കണം. ഓൺലൈൻകാർ വലിയ സുഹൃത്തുക്കളാണ്. അതൊരു ബന്ധമാണ്, കടലിനക്കരത്തെ ബന്ധം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. MFIP ലൈവിലൂടെ പ്രത്യേകം ദുആ ചെയ്യാൻ അബ്ദുസ്സലാം മണ്ണാർക്കാട് സൗദിയിൽ നിന്ന്. നിങ്ങൾക്ക് പറ്റൂലെങ്കിൽ കടലിനപ്പുറത്തുന്ന ആളുകളുണ്ട്. അല്ലാഹുവേ, സലാം എന്ന സഹോദരൻ അദ്ദേഹത്തിന്റെ സദക്ക നീ സ്വീകരിക്കണേ അല്ലാഹ്. സൗദി അറേബ്യയിൽ ഇരുന്നു കൊണ്ട് ലൈവായി കണ്ടുകൊണ്ട് ഈ സദക്ക നൽകിയ ആ സഹോദരൻ അദ്ദേഹത്തിന്റെ ബിസിനസ്സിന് നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഐശ്വര്യം പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അല്ലാഹുവേ, എല്ലാവിധ പ്രയാസങ്ങളും മാറ്റണേ അല്ലാഹ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. സിനിമാ നടൻ മോഹൻലാൽ, ചിലതിലൊക്കെ എനിക്ക് എതിർപ്പുണ്ടെങ്കിലും അയാള് ബ്ലോഗ് എഴുതിയതിനെ ഞാൻ തിരിച്ച് ഫേസ്ബുക്കിൽ എഴുതി. ചില ആളുകൾ വെച്ച് ഈ വാക്കവി അല്ല ഏറ്റുപിടിക്കുന്നെന്താണ്. ഞാൻ ഇന്ത്യയിലെ ജനാധിപത്യ രാഷ്ട്രത്തിലെ ഒരു പൗരനാണ്. എനിക്ക് എല്ലാത്തിനെയും കുറിച്ച് എന്റെ അഭിപ്രായമുണ്ട്. അത് രേഖപ്പെടുത്തുകയും ചെയ്യും, പറയുകയും ചെയ്യും. അതിനകത്ത് ആരും ചൊറിയേണ്ട കാര്യമില്ല. ഒരു ജനാധിപത്യ രാഷ്ട്രത്തിലെ പൗരൻ എന്ന രീതിയിൽ ഞാനൊരു വെറും വാക്ക് പറയുന്ന ആളല്ല. എനിക്ക് എന്റെ ഓരോ സാഹചര്യത്തെ കുറിച്ചും എനിക്ക് എന്റെ നിലപാടുകളുണ്ട്, എന്റെ വ്യക്തതകളുണ്ട്. അത് ഞാൻ എപ്പോഴും പറഞ്ഞിരിക്കും. അതിനാരും പറയേണ്ട കാര്യമില്ല. KP വാപ്പുട്ടി ഹാജി 10,000 റുപ്യ, CH കുഞ്ഞാനാജി ഷൗക്കത്തിന്റെ ഉപ്പ 10,000 റുപ്യ. അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹുവേ, നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, സ്വീകരിക്കണേ അല്ലാഹ്. വാപ്പൂട്ടി ഹാജിയുടെ കുഞ്ഞാനാജിയുടെ സദക്ക സ്വീകരിച്ച് അവരെ ജീവിതത്തിന് ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഐശ്വര്യം പ്രദാനം ചെയ്യണേ അല്ലാഹ്. അവരുടെ ശരീരത്തിന് നീ ആയുരാരോഗ്യ സൗഖ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനേ തമ്പുരാനെ, അവരുടെ മക്കളെ നീ സാലിഹീങ്ങളാക്കി അവരുടെ കുടുംബത്തിൽ ഐശ്വര്യം നിറച്ച് എല്ലാവിധ രോഗത്തിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് നീ കാക്കണേ അല്ലാഹ്. ആദ്യ സദക്ക ചെയ്ത ചെറുപ്പക്കാരൻ ഗൾഫിൽ കുറെ പൈസ പെട്ട് കിടക്കുന്നുണ്ട്. വാപ്പാക്ക് വേണ്ടി ദുആ ചെയ്യാനാണ് ഉവൈസ് അലനല്ലൂർ. അല്ലാഹുവേ, പടച്ചവനെ, അദ്ദേഹത്തിന് കിട്ടാനുള്ള ആ പൈസ നീ തിരിച്ചു കൊടുക്കണേ അല്ലാഹ്. അതിനെന്ത് തടസ്സമാണോ മാച്ചു കൊടുക്കണേ തമ്പുരാനെ. മകളുടെ കല്യാണം നല്ല രീതിയിൽ നടക്കാൻ, കടം വീടാൻ ദുആ ചെയ്യാൻ 10,000 രൂപ അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാഹ്. ആ മകളുടെ കല്യാണത്തിന് ഇത് തടസ്സമാണോ അത് നീ മാറ്റി കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, അല്ലാഹുവേ, ഏത് പ്രയാസമാണെങ്കിലും മാറ്റി ഫാത്തിമ ബീവി ഖലീൽ റളിയല്ലാഹു അൻഹുവിനെ കൊടുത്തതുപോലെ ഒരു സാലിഹായ ഭർത്താവിനെ കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ, എല്ലാവിധ ഖൈറാത്തും നീ നൽകണേ അല്ലാഹ്. ലൈവായി കാണുന്ന ഒരു സഹോദരി, കുട്ടികളില്ല, സദസ്സിലേക്ക് 4,444 രൂപ. അതോടൊപ്പം ഈ വിനീതന്റെ കോളേജിലേക്ക് 13,000 രൂപ. അല്ലാഹുവേ, സ്വീകരിക്കണേ തമ്പുരാനെ. അങ്ങകലെ നിന്ന് ലൈവായി കാണുന്ന ഈ സഹോദരി ഈ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് റബ്ബേ ഒരു സാലിഹായ സന്താനത്തെ കൊടുക്കണേ അല്ലാഹ്. അതിനേത് തടസ്സമാണോ മാറ്റി 120-ാമത്തെ വയസ്സ് സക്കരിയാ നബിക്ക് നീ മക്കളെ കൊടുത്തവനാണ്. ആ സഹോദരിക്ക് ഹാഫിളീങ്ങൾക്ക് വേണ്ടി നൽകിയ സദഖയുടെ ബറക്കത്ത് കൊണ്ട് മക്കളെ നീ നൽകണേ അല്ലാഹ്. 5 വർഷമായി കുട്ടികളില്ലാത്തൊരു സഹോദരി 6,666 രൂപ റബ്ബേ ഈ സദഖയുടെ ബറക്കത്ത് കൊണ്ട് 30 വർഷം കഴിഞ്ഞവർക്കും നീ മക്കളെ കൊടുത്തിട്ടുണ്ട്. അല്ലാഹുവേ, ആ സഹോദരിക്ക് നീ സാലിഹീങ്ങളായ മക്കളെ കൊടുക്കണേ അല്ലാഹ്.
കച്ചവടത്തിന് ബറക്കത്ത് കിട്ടാൻ 6666 രൂപ. എല്ലാവരും ആ വെളിയിൽ നിൽക്കുന്നവരെ അകത്തേക്ക് വന്ന് നമുക്ക് എഴുന്നേറ്റ് നിന്ന് സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യാം. അല്ലാഹുവേ സ്വീകരിക്കണേ തമ്പുരാനെ. ആ സഹോദരന്റെ കച്ചവടത്തിന് ബറക്കത്ത് നൽകണേ അല്ലാഹ്. മുറാദ് ഹാസിലാവാൻ, രോഗങ്ങൾ ശിഫയാവാൻ നാസർ ചുരിയോട് 6666 രൂപ. സഹോദരിമാരെ, ഒരു സ്വർണ്ണാഭരണം ഉസ്താദ് ഉസ്താദിന്റെ കയ്യിൽ നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. എനിക്കറിയാം ഈ സമാപനത്തിൽ ദുആ ചെയ്യാൻ ഏത് സമയത്താണ് റബ്ബ് ചോദിക്കുന്നത് തരുന്നതെന്നറിയില്ല. ഇൻഷാ അല്ലാഹ് സലാത്ത് തുടങ്ങാണ്. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കൂ. അല്ലാഹു കബൂലാക്കട്ടെ. അങ്ങനെ റോഡിൽ നിന്നവരൊക്കെ അകത്തോട്ട് വരും. ഈ സമയത്ത് നമുക്ക് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ. അവിടെ നിന്നാ മതി. നിൽക്കുന്നിടത്ത് ഇരുന്നിടത്ത് തന്നെ എഴുന്നേറ്റ് നിൽക്കുക. ലൈവായി കാണുന്ന ഒരു സഹോദരൻ 4444 രൂപ. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സലവാത്തുല്ലാഹി അലൈക്കും സല്ലല്ലാഹു. ഒരു സഹോദരൻ ശിഹാബ് നാസ് 10000 രൂപ ദുബൈയിൽ നിന്ന് MFIP-യിലൂടെയാണ്. അല്ലാഹുവേ ശിഹാബ് എന്ന സഹോദരൻ, ഇതൊരു കൽബിന്റെ ബന്ധമാണ്. നീ അങ്ങകളിൽ നിന്ന് ദുബൈയിലിരുന്ന് ചെയ്യുന്ന സദഖ നീ സ്വീകരിക്കണേ അല്ലാഹ്. അദ്ദേഹത്തിന്റെ ഇവിടുത്തെ കച്ചവടത്തിന് ബറക്കത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ അദ്ദേഹത്തിന്റെ പൊന്നുമക്കളെ ഹാഫിളീങ്ങളാക്കണേ അല്ലാഹ്. മഴ ചെറുതായി പെയ്യുന്നുണ്ടെന്നാൽ ദുആ ചെയ്യാനെന്ന് ഇതുവരെ നിന്നവർ ഹാരിസ് എന്ന സഹോദരൻ ഹലാലൊക്കെ കേറി കിടക്കാനില്ല, എന്നിട്ടും എണ്ണി പറഞ്ഞ് മേടിച്ചോണ്ട് പോയിട്ട് കെട്ടിയ പെണ്ണിനെ ജീവിതത്തിന് കട്ടപ്പെടുത്തുന്നവർ, റബ്ബേ ഇവരെ മനസ്സിന് നീ സൽസ്വഭാവം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ഉപ്പയും ഉമ്മയും ഒക്കെ കബറിന്റെ ഉള്ളിലുണ്ട്, നീ കബർ വിശാലമാക്കണേ റബ്ബേ. ജീവിച്ചിരിക്കുന്നവർക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളെ കട്ടപ്പെട്ട് വളർത്തിയ ഞങ്ങളുടെ മാതാപിതാക്കൾ, അല്ലാഹുവേ നീ അവരെ വാർദ്ധക്യത്തിന് കട്ടപ്പെടുത്തല്ല റബ്ബേ. വൈക്കോല് ചുമന്നും അല്ലാഹുവേ അടക്കാ കച്ചവടം നടത്തി ഇല്ലായ്മയുടെ കാലത്ത് ഞങ്ങളെ പോറ്റി വളർത്തിയ ഞങ്ങളുടെ ഉപ്പയാണ്, ഞങ്ങളുടെ പൊന്നുമ്മയാണ് റബ്ബേ. നീ അവരെ കൈവിടല്ലേ അല്ലാഹ്. പടച്ചവനെ അവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. രോഗത്തില് കട്ടപ്പെടുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ, റബ്ബേ നീ ശിഫ നൽകണേ അല്ലാഹ്. ജീവിതത്തിലേറെ കട്ടപ്പെട്ട് വളർത്തിയ പ്രിയപ്പെട്ട ഉമ്മക്ക് നീ ആഫിയത്തും ആരോഗ്യവും നൽകണേ റബ്ബേ. പടച്ചവരെ ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഞങ്ങൾക്ക് പ്രിയപ്പെട്ട ഉപ്പയും ഉമ്മയും ഞങ്ങൾക്കൊന്ന് കാണാനെങ്കിലും ദീർഘായുസ് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ഭാര്യമാരെ നീ സ്വാലിഹാത്തുകളാക്കണേ അല്ലാഹ്. ജീവിതത്തിൽ എവിടെയോ വെച്ച് ഞങ്ങളുടെ കൈത്തുമ്പിൽ പിടിച്ചു വന്ന ഞങ്ങളുടെ ഭാര്യമാര് പിന്നെ ഞങ്ങളുടെ സുഖത്തിലും ദുഃഖത്തിലും അവർ ഒരേപോലെ പങ്കാളികളായി. ഞങ്ങളുടെ മക്കളെ ഒരു പോറ്റി വളർത്തി തന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാർക്ക് നീ ശരീരത്തിന് ആഫിയത്ത് നൽകണേ അല്ലാഹ്. കണ്ണെത്താ ദൂരത്തോളം ഈ പേമാരിയിൽ നിന്നിട്ട് ആമീൻ പറയുന്ന എന്റെ പ്രിയപ്പെട്ട ഈ മണ്ണാർക്കാട് സഹോദരിമാർ, എപ്പോൾ കബീർ വാക്കവി വന്നാലും ഓടിപ്പാഞ്ഞു വന്ന് ദൂരെ വന്നിരിക്കുന്ന ഈ സാധുക്കൾ, അവരെ മനസ്സിലൊത്തിരി ദുഃഖങ്ങളുണ്ട് റബ്ബേ. അവരെ കുടുംബത്തിലൊത്തിരി പ്രയാസമുണ്ട് റബ്ബേ. അവരെ ഭർത്താക്കന്മാർക്കൊത്തിരി ദുഃഖവും അടവുമുണ്ട് റബ്ബേ. നീ അവർക്കത് മാറ്റി കൊടുക്കണേ അല്ലാഹ്. അടുക്കളയിലിരുന്ന് ആരും അറിയാതെ കരഞ്ഞ് കരഞ്ഞ് തീർത്തു പോകുന്ന ഈ പാവപ്പെട്ട സഹോദരിമാർ, അവരെ ഹൃദയത്തിന് ദുഃഖത്തിന് നീ ഒരു അറുതി വരുത്തണേ അല്ലാഹ്. അവരെ പെൺമക്കൾക്ക് നീ സാലിഹ്യങ്ങളായ ഭർത്താക്കന്മാരെ കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ പെൺമക്കളെ വഴിതെറ്റിപ്പിക്കല്ല റബ്ബേ. വഴിയരികില് പിശാചുക്കൾ കാത്തു നിൽക്കുമ്പോ അതിന്റെ ഇടയിലൂടെ ഞങ്ങളുടെ മക്കള് സ്കൂളിലും കോളേജിലും പോകുമ്പോ ഞങ്ങളുടെ പൊന്നു പെൺമക്കളെ വഴിതെറ്റിക്കല്ലേ അല്ലാഹ്. ഞങ്ങളുടെ ഭാര്യമാരെ കബൂലാക്കണേ അല്ലാഹ്.
അല്ലാ. ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരുടെയും ഭാര്യമാര് നീ സ്വാലിഹാത്തുകള് സന്തോഷവതികളുമാക്കണേ റബ്ബേ. ജീവിതത്തിന്റെ ഉയർച്ചയിലും താഴ്ചയിലും എന്റെ കൂടെ നിന്ന് എന്റെ പ്രിയപ്പെട്ടവൾ റബ്ബേ നീ അവൾക്ക് ആഫിയത്ത് നൽകണേ റബ്ബേ, ആരോഗ്യം നൽകണേ അല്ലാ. ശരീരത്തിന്റെ എല്ലാ അവശതകളും വിവശതകളും മാറ്റി അവസാനം വരെ നീ തന്ന അനുഗ്രഹമായ പൊന്നുമക്കളെ കണ്ട് സന്തോഷിച്ച് മാതാപിതാക്കളോടൊത്ത് സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ തൗഫീഖ് നൽകണേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളുടെ പ്രതീക്ഷയായി വളർത്തുന്ന മക്കളെ വഴിതെറ്റിക്കല്ലേ അല്ലാ, ലഹരിക്കടിമയാക്കല്ലേ അല്ലാ. ഞങ്ങളുടെ മക്കള് കാരണത്താൽ ഞങ്ങളെ കരയിപ്പിക്കല്ലേ റബ്ബേ. ഞങ്ങളുടെ മക്കള് കാരണത്താൽ ഞങ്ങളെ തളർത്തല്ലേ അല്ലാ. ഞങ്ങളുടെ മക്കള് നല്ല മക്കളായി വളർന്ന് അവരെ കുറിച്ച് എല്ലാവരും നല്ലത് പറഞ്ഞ് ഞങ്ങളുടെ ഹൃദയത്തിന് കുളിർമ നൽകുന്ന മക്കളാക്കണേ. ഞങ്ങളുടെ മക്കളെ നീ ഹാഫിളീങ്ങളാക്കണേ അല്ലാ. ശിഹാബുദ്ദീൻ എന്ന സഹോദരൻ അബുദാബിയിൽ നിന്ന് മരണപ്പെട്ട ഉപ്പാക്ക് വേണ്ടി മറ്റുദ്ദേശം ബുദ്ധിയാവാനും 10,000 രൂപ അല്ലാഹുവേ പടച്ചവനെ അല്ലാഹുവേ അദ്ദേഹത്തിന്റെ മുറാദ് ഹാസിലാക്കണേ അല്ലാ. ഉപ്പാക്ക് ഖൈർ നൽകണേ അല്ലാ. ക്യാൻസർ രോഗിയായ ഒരു സഹോദരി ഉംറക്ക് പോവുകയാണ് ഭർത്താവിന്റെ കൂടെ. അല്ലാഹുവേ 6666 നൽകിയിട്ടുണ്ട്. ഒരു തളർച്ച ഇല്ലാതെ ഒരു വിളർച്ച ഇല്ലാതെ നല്ല അമലുകൾ ചെയ്യാൻ ആഫിയത്ത് നൽകണേ അല്ലാ. മരിക്കുന്നതിന് മുമ്പ് ഹറമിലെത്താൻ മദീനത്തെത്തി പച്ചക്കുപ്പിയുടെ താഴെ വന്ന് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് സലാം പറയാ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. ഈ സദസ്സിൽ സ്വർണ്ണാഭരണം തന്നവർ 6666 തന്നവർ 10,000 തന്നവർ ഓൺലൈനിലൂടെ തന്നവർ റഫീഖ് തന്റെ ഉമ്മക്ക് ക്യാൻസർ ആണ് ശിഫയാവാൻ ഹിഫ്ള് കോളേജിലേക്ക് 6666 രൂപ ആ ഉമ്മക്ക് ക്യാൻസർ ശിഫയാക്കണേ അല്ലാ. പടച്ചവനെ ഇതിന്റെ സംഘാടകരെ കബൂലാക്കണേ അല്ലാ. ഏത് പ്രതിസന്ധിയും തരണം ചെയ്ത് റഹ്മയുടെ പ്രവർത്തകർ അഹോരാത്രം പാടുപെട്ട് രാപ്പകലില്ലാതെ നടന്ന ഈ റഹ്മയുടെ പ്രവർത്തകരെ കൈവിടല്ല റബ്ബേ. നീ അവർക്ക് കാവലാകണേ അല്ലാ. അവരുടെ ജീവിതത്തിന് ഐശ്വര്യം നൽകണേ അല്ലാ. പടച്ചവനെ തമ്പുരാനെ ഇതിന് പോസ്റ്റർ ഇട്ടിക്കാനും ഫ്ലക്സ് വലിച്ചു കെട്ടാനും ഈ സദസ്സിങ്ങനെ സംവിധാനിക്കാനും ഈ മഴ നനഞ്ഞ് ഭാജ്യം ധരിച്ചതിന് വേണ്ടി സമർപ്പിച്ച മുഴുവൻ ആളുകളും അല്ലാഹുവേ നീ അവരെ കബൂലാക്കണേ അല്ലാ. പടച്ചവനെ അല്ലാഹുവേ കല്യാണം കഴിഞ്ഞ് മക്കളില്ലാത്തവരുണ്ട് അല്ലാഹുവേ അവർക്ക് നീ മക്കളെ നൽകണേ അല്ലാ. മംഗലപുരത്ത് വാഹനാപകടത്തിൽപ്പെട്ട മോന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നീ അപകടത്തിൽ മരണപ്പെട്ടു പോയ പൊന്നുമോന് സ്വർഗം നൽകണേ അല്ലാ. കടം മാറാൻ വേണ്ടി ഞങ്ങൾ നിന്ന് മരണപ്പെട്ടു പോയി ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യാൻ മറ്റനേകം ദുആ വസിയത്തുകളുണ്ട് അല്ലാഹുവേ നീ അവരെ കബൂലാക്കണേ അല്ലാ. ദീനിന്റെ ഏത് കാര്യം പറഞ്ഞാലും ഈ പ്രതിസന്ധിയിലും കൈയടിച്ചു തരുന്നവർ ഓൺലൈനിലൂടെ ഇത് ഒന്നും അവരുടെ പരിപാടിയല്ല, അവരുടെ നാട്ടിലല്ല, അവരുടെ വീട്ടിലല്ല, അവരുടെ താലൂക്കിലല്ല, MFIP-യിലൂടെ കണ്ട് സദഖ ചെയ്യുന്ന ഓൺലൈനിലൂടെ ദുആ ചെയ്യുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഓൺലൈനിലെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, രാത്രിയിൽ ഉറക്കം മാറ്റി നിന്നതിനു വേണ്ടി കാത്തിരിക്കുന്നവർ അവരെ നീ കബൂലാക്കണേ അല്ലാ. ഓരോ പരിപാടിക്ക് പോകുമ്പോ 4-ാം തീയതി വിനീതം നടത്തുന്ന നേതൃത്വത്തിൽ നടക്കുന്ന പരിപാടിക്ക് പോകുമ്പോ കൈയടിച്ച് സംഭാവന ചെയ്തവരുണ്ടവരെ കച്ചവടത്തിന് ബറക്കത്ത് നൽകണേ അല്ലാ. ഹിഫ്ള് കോളേജിൽ ഒരു കുഞ്ഞിനേറ്റെടുത്തൊരു സഹോദരി ഗൾഫിലിരുന്ന് ലൈവായി കാണുന്നുണ്ട്. അവരെ ഉമ്മാക്ക് നീ എല്ലാവിധ ആഫിയത്തും ആരോഗ്യവും കൊടുത്തു എല്ലാവിധ ഖൈറാത്തും നൽകണേ അല്ലാ. അവസാനം മരിക്കുന്ന നേരം സ്വർഗം കണ്ട് മുസ്ലിമായി മരിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ ഖബറിൽ കിടക്കുമ്പോ ഖബർ വിശാലമാക്കണേ അല്ലാ. പടച്ചവനെ പരലോകത്തെഴുന്നേറ്റ് നിൽക്കുമ്പോ അർശിന്റെ തണല് നൽകണേ അല്ലാ. പെങ്ങളുടെ മക്കള് ഹാഫിദിനെ പഠിക്കുന്നുണ്ട്, ഹാഫിദാക്കണേ റബ്ബേ. ഈ വിനീതന്റെ സ്ഥാപനത്തിലേക്ക് 6666 നേർച്ചയാക്കി തന്നവരുണ്ട് അല്ലാഹുവേ. ആ സ്ഥാപനത്തിലെ ആ പൊന്നുമക്കള് ഹാഫിദീങ്ങളാവുമ്പോ ഇന്നും ഒരു പൊന്നുമോൻ
വെറും 8 മാസം കൊണ്ട് ഹാഫിളായി. വേറൊരു പൊന്നുമോന് 26-ാം തീയതി ഹാഫിളാവാനിരിക്കുന്നു. റബ്ബേ, ആ ഒരു ഹിഫ്ളിന്റെ ബറക്കത്ത് കൊണ്ട് ഈ പാവപ്പെട്ടവന്റെ മക്കളെ നീ ഹാഫിളാക്കണേ അല്ലാഹ്. ഇന്നൊരു പൊന്നുമോൻ ഹാഫിളായി. വൈകുന്നേരം അവനെ കാണാമെന്ന് എന്റെ ഉമ്മവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് വാക്കവി, എന്റെ മോനെ നിങ്ങൾ ഹാഫിളാക്കി തന്നല്ലോ റബ്ബേ, അതിനു പകരം ഈ പാവപ്പെട്ടവന് 3 മക്കളെ നീ തന്നിട്ടുണ്ട്. എന്റെ പൊന്നുമക്കളെ സാലിഹീങ്ങളാക്കി ഹാഫിളീങ്ങളാക്കി ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് ഗുണമുള്ള മക്കളാക്കി തരണേ അല്ലാഹ്. ആ ഹിഫ്ളുൽ ഖുർആനിൽ ഓതുന്ന ഹിഫ്ളിന്റെ പ്രതിഫലം മരണപ്പെട്ടു പോയ എന്റെ ഭാര്യാപിതാവിന്റെ കബറിടത്തിലേക്ക് എന്റെ ഉമ്മയുടെ ഉപ്പ, എന്റെ ഉമ്മയുടെ ഉമ്മ, എന്റെ ഉമ്മയുടെ ഉമ്മയുടെ സഹോദരി, അവരൊക്കെ അടുത്ത സമയത്ത് മരണപ്പെട്ടു പോയവരെ കബറിടത്തിലെത്തിക്കണേ അല്ലാഹ്. ഇവിടെ സഹായിച്ചവര് സഹകരിച്ചവരുമുണ്ട്. റബ്ബേ, നീ അവരുടെ കബറിടത്തിലെത്തിക്കണേ അല്ലാഹ്. ഭാര്യാപിതാവിന്റെ കബറിടത്തിലെത്തിക്കണേ അല്ലാഹ്. പ്രിയപ്പെട്ട ഉമ്മക്ക് ഭാര്യാമാതാവിന് ആഫിയത്തും ആരോഗ്യവും നൽകണേ റബ്ബേ. മരിക്കുന്നത് വരെ തഖ്വയോടെ നിനക്ക് ഇബാദത്ത് ചെയ്യാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. 3333 രൂപ ജോലി ശരിയാവാൻ നീ ആ ജോലി ശരിയാക്കി കൊടുക്കണേ റബ്ബേ. പടച്ചവനെ, ഇതിന് സഹായിച്ചവർ സഹകരിച്ചവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, MFIP-യിലൂടെ ലൈവിലൂടെ ഇത് കണ്ടുകൊണ്ടിരുന്നവർ, ഇതിന്റെ ക്യാമറയുടെ വർക്ക് ചെയ്തവർ, ഇതിന് സുന്ദരമായ സൗണ്ട് സംവിധാനം, ഇത് സൗദി സൗണ്ട്സ്, ഇതിന്റെ ഫ്ലെക്സ് VR സൗണ്ട്സ്, ഇതിനു വേണ്ടി ഫ്ലെക്സുകൾ പരസ്യം നൽകിയ സ്ഥാപനങ്ങൾ, റബ്ബേ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. മോൾക്ക് മക്കൾ ഉണ്ടാവാൻ, മോന് സാലിഹായ ഭാര്യ കിട്ടാൻ ഒരു സഹോദരൻ, ദുബൈയിൽ നിന്ന് 10,000 രൂപ, അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. മോൾക്ക് നീ മക്കളെ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. മോന് സാലിഹത്തായ ഭാര്യയെ കൊടുക്കണേ അല്ലാഹ്. ഈ കോരിച്ചൊറിയുന്ന മഴയത്തും ഈ മണ്ണാർക്കാട് കിനാത്തുകൊണ്ടൊരു മനുഷ്യ കടലാക്കി മാറ്റിയ ഈ സഹോദരങ്ങൾ ഇപ്പൊ തിരിച്ചു പോവാണ്. റബ്ബേ, ഇവരെ നിരാശരാക്കി തിരിച്ചു വിടല്ല റബ്ബേ. നിരാശരാക്കല്ലേ അല്ലാഹുവേ, നിരാശരാക്കല്ലേ അല്ലാഹുവേ. പ്രതീക്ഷയോടെ ഈ രാത്രിയിൽ നിന്റെ മുമ്പിൽ ഞങ്ങൾ കൈകൾ ഉയർത്തി, ഞങ്ങളുടെ കണ്ണുനീരുകൾ ഞങ്ങളുടെ കവളിനോട് കഥ പറഞ്ഞ ഈ രാത്രിയിൽ അല്ലാഹുവേ, ഞങ്ങളുടെ സങ്കടങ്ങൾ മാറ്റിത്തരണേ അല്ലാഹ്, പ്രയാസങ്ങൾ മാറ്റിത്തരണേ അല്ലാഹ്. പടച്ചവന് രോഗമുള്ളവരുണ്ട്, ക്യാൻസർ ബാധിച്ചവരുണ്ട്, നാടിന്റെ നാനാഭാഗത്ത് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ, അവരൊക്കെ ഈ ദുആയിൽ നീ പെടുത്തണേ അല്ലാഹ്. ഈ റഹ്മ ചാരിറ്റബിൾ ട്രസ്റ്റിനെ നീ അവസാനം വരെ നീ നിലനിർത്തി കൊടുക്കണേ അല്ലാഹ്. ഈ പ്രവർത്തകർക്ക് ആവേശവും ഈമാനും നിലനിർത്തണേ അല്ലാഹുവേ. പടച്ചവനെ, 2 ദിവസവും വഅ്ള് പറഞ്ഞ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ബഹുമാനനായ ഉഷാദ് ബാക്കവി, അദ്ദേഹത്തിന്റെ മകനെ നീ സ്വർഗത്തിൽ കാണിച്ചു കൊടുക്കണേ റബ്ബേ. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നീ അതിനേക്കാൾ നിഅമൽ ബദല് നൽകണേ അല്ലാഹുവേ. അദ്ദേഹത്തിനും ഭാര്യയ്ക്കും നീ ആഫിയത്തും ആരോഗ്യവും നൽകി നീ കൊടുത്ത മക്കളെ സാലിഹീങ്ങളും സാലിഹാത്തികളുമാക്കി ആ ഉപ്പക്കും ഉമ്മക്കും ഒരു താങ്ങും തണലുമായി കൊടുക്കണേ അല്ലാഹുവേ. പ്രിയ സഹോദരൻ സിംസാറുൽ ഹഖ് ഹുദവി, അല്ലാഹുവേ പടച്ചവനെ ആഫിയത്തും ആരോഗ്യവും നിലനിർത്തണേ അല്ലാഹ്. അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്ക് ഖൈർ കൊടുക്കണേ അല്ലാഹ്. ഭാര്യ സന്താനങ്ങളെ നീ സാലിഹ്യങ്ങളാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബമില്ല, ഞങ്ങളുടെ ഭാര്യ മക്കളെ ഞങ്ങൾ കാണുന്നത് വല്ലപ്പെടുമാണ്. ഞങ്ങൾ ഈ രാത്രി മുഴുവൻ ഓടുന്ന നിന്റെ ദീൻ പറയാനാണ്. എതിർക്കുന്നവരുണ്ട്, അവർക്ക് സന്മാർഗത്തിന്റെ സൽബുദ്ധി കൊടുക്കണേ അല്ലാഹ്. സ്നേഹിക്കുന്നവരുണ്ട്, ആ സ്നേഹത്തെ നിലനിർത്തണേ അല്ലാഹ്. ഈ മണ്ണാർക്കാട് എത്തുമ്പോ എന്നും എത്തുന്നവർ റബ്ബേ ഖൈർ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. റഹ്മയെ സഹായിച്ചവർ, സഹകരിച്ചവർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ഞങ്ങൾ എല്ലാവരെയും ഇതിൽ പെടുത്തണേ അല്ലാഹുവേ. ഇവിടെ എത്തിയ മുത്തഅല്ലിമീങ്ങൾ നാഫിയായ ഇൽമ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹു, ഇവിടെ എത്തിയ ആലിമീങ്ങൾ, തുച്ഛമായ വേതനത്തിന് ജോലി ചെയ്യുന്നവർ, അവരുടെ കുടുംബത്തെ നീ ഏറ്റെടുക്കണേ അല്ലാഹുവേ. പടച്ചവനെ, ഞങ്ങളുടെ ശരീഅത്തിന് നേരെ കടന്നാക്രമണം വരുമ്പോ നീ ഞങ്ങളുടെ ശരീഅത്തിനെ സംരക്ഷിക്കുന്ന പോരാട്ടത്തിൽ ഞങ്ങൾക്ക് കാവലാകണേ അല്ലാഹുവേ. സമസ്ത ഏറ്റെടുത്ത പ്രക്ഷോഭ പ്രസ്ഥാനത്തെ നീ വിജയിപ്പിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ അഭിമാനമായ ഈ നാടിന്റെ ആത്മീയ താരകമായ ബഹുമാനപ്പെട്ട കുമരമ്പത്തൂർ ഉസ്താദ് ആരോഗ്യത്തോടെ ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹുവേ. ആഫിയത്ത് നൽകണേ അല്ലാഹ്. ഇവിടെ എത്തിയ സയ്യിദന്മാർ, ശൈഖുനാ അലിക്കുട്ടി ഉസ്താദ് അവറുകൾ, സമസ്തയുടെ പ്രിയപ്പെട്ട പണ്ഡിത വരേണ്യർ, അവരെല്ലാവർക്കും നീ ആരോഗ്യത്തോടെ ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. പടച്ചവനെ, 2 ദിവസം തീരുമാനിച്ച് ചില സാഹചര്യങ്ങൾ ഇന്ന് ഞങ്ങൾ അവസാനിച്ച് പിരിയുന്നു. ഇനി ജീവിതത്തിൽ ഒരിക്കൽ കൂടി കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ നിന്റെ സ്വർഗത്തിൽ ഞങ്ങൾ ഒരുമിച്ച്
കൂട്ടി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അപകടങ്ങളിൽ നിന്ന് അസ്വസ്ഥതകളിൽ നിന്ന് കാക്കണേ അള്ളാഹുവേ. നീ വിനീതന് ഭക്ഷണം നൽകിയ കുടുംബത്തിൽ ബറക്കത്ത് നൽകണേ തമ്പുരാനെ. ഐശ്വര്യം നൽകണേ അള്ളാഹുവേ. അവരെ മുറാദുകൾ ഹാസിലാക്കണേ അള്ളാഹ്. എന്റെ കോളേജുമായി അടുത്ത് സഹകരിക്കുന്ന ഒരു സഹോദരൻ സൈദലവി എന്ന സഹോദരൻ, നാളെ അദ്ദേഹത്തിന്റെ ഗൃഹപ്രവേശമാണ്. നാളെ ഞാൻ പങ്കെടുക്കേണ്ടതാണെങ്കിലും ഇന്ന് ദുആ ചെയ്ത് തിരിച്ചു പോകുന്നു അള്ളാഹുവേ. ആ വീടും കുടുംബവും അദ്ദേഹത്തിന് ഖൈറാക്കി കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഐശ്വര്യം നൽകണേ അള്ളാഹുവേ. ഞങ്ങളുടെ ഇപ്പോൾ നടക്കുന്ന എല്ലാ പരിപാടികളിലും വലിയൊരു സാമ്പത്തിക സഹായം എത്തിക്കുന്ന MFIPയുടെ ഈ ലൈവ് അത് നടത്തുന്ന അബ്ദുല്ലാക്കും സഹപ്രവർത്തകർക്കും നീ അതിന്റെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ അള്ളാഹുവേ. എന്റെ ബഹുമാന്യ സുഹൃത്ത് അബുദാബിയിൽ നിന്ന് റിയാസ് കുഞ്ഞിപ്പള്ളി 10,000 രൂപ എന്റെ ഒരു ഫാമിലി സുഹൃത്താണ് അള്ളാഹുവേ. അദ്ദേഹത്തിന്റെ മുറാദുകൾ ഹാസിലാക്കി കൊടുക്കണേ അള്ളാഹുവേ. ഐശ്വര്യം പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അനുഗ്രഹം നിലനിർത്തണേ അള്ളാഹുവേ. മക്കളെ ഹാഫിളീങ്ങളാക്കി കൊടുക്കണേ തമ്പുരാനെ. പടച്ചവനെ ആഖിറത്തിന്റെ ദർജകൾ അദ്ദേഹത്തിന് നൽകി അനുഗ്രഹിക്കണേ അള്ളാഹുവേ. ഇനി ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞങ്ങളുടെ കൂടിക്കാഴ്ച സ്വർഗത്തിലാക്കി തരണേ അള്ളാഹുവേ. പടച്ചവനെ ദുആ കൊണ്ട് വസിയത്ത് ഖത്തറിലുള്ള ഇബ്രാഹിം ഹാജി പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ബിസിനസ്സിൽ നീ ബറക്കത്ത് നൽകണേ അള്ളാഹുവേ. കബീർ സാഹിബ് പന്നിത്തടം, അതേപോലെ ധാരാളം സഹോദരങ്ങൾ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും നീ അർഹമായ പ്രതിഫലം നൽകണേ തമ്പുരാനെ. എന്റെ കൂടെ എപ്പോഴും നിഴല് പോലെ നടക്കുന്ന എന്റെ ഡ്രൈവർമാർ, അവർക്ക് നീ സാലിഹീങ്ങളായ മക്കളെ കൊടുക്കണേ അള്ളാഹുവേ. വീട് പണി നടക്കുന്നവരുടെ ഖൈറായി പൂർത്തീകരിക്കണേ അള്ളാഹുവേ. അവരുടെ വീട്ടത്തിൽ രോഗമുള്ളവരെ രോഗം ശിഫയാക്കണേ അള്ളാഹുവേ. ഇനി ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ സ്വർഗത്തിൽ ഞങ്ങൾ എത്തിക്കണേ അള്ളാഹ്. സ്വർഗത്തിന്റെ പഴം തിന്നാൻ കൊതിയുണ്ട് റബ്ബേ. സ്വർഗത്തിന്റെ പാനീയം കുടിക്കാൻ കൊതിയുണ്ട് റബ്ബേ. പക്ഷെ ഞങ്ങൾക്ക് അതിലുള്ള ഒരമലുമില്ല അള്ളാഹുവേ. നിന്റെ ഔദാര്യം കൊണ്ട് ഞങ്ങൾക്ക് സ്വർഗം നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ ദുആകളെ നീ സ്വീകരിക്കണേ അള്ളാഹുവേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. ഓൺലൈനിലൂടെ ഇത് കാണുന്നവർക്ക് ഇൻഷാ അല്ലാഹ് ഇനി നാളെ എന്റെ പരിപാടിയില്ല, മറ്റന്നാള് വൈകുന്നേരം 4 മണി മുതൽ കൊട്ടാരക്കര താലൂക്കിന്റെ ശരീഅത്ത് സംരക്ഷണ റാലി 4 മണി മുതൽ റാലി ലൈവ് ഉണ്ട്. മഗ്രിബിന് ശേഷം അതിന്റെ പൊതുസമ്മേളനം. ബഹുമാനപ്പെട്ട അബ്ദുസ്സമദ് പൂക്കോട്ടൂർ, ബഹുമാന്യ സുഹൃത്ത് നൗഷാദ് ബാക്കവി, പിന്നെ ഞാനുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളെല്ലാം അവിടുത്തെ മുഴുവൻ മുസ്ലിം സംഘടനകളും ഒന്നിച്ച് നടത്തുന്ന പരിപാടിയാണ്. അത് MFIPയിൽ ലൈവ് ഉണ്ട്. എല്ലാവരും അത് കാണണം. സാമ്പത്തികമായിട്ട് അതിനെ സഹായിക്കണം. കാരണം എന്റെ സംഘാടകനും ചെയർമാനും ഒക്കെ ഞാനാണ്. ഞാനിവിടെ വാങ്ങു പറഞ്ഞുകൊണ്ട് അവിടെ പൈസയൊന്നും ആയിട്ടില്ല. പള്ളിക്കും അറബി കോളേജിനും ഒക്കെ കൊടുക്കാൻ ധാരാളം ഉണ്ടാവും. ശരീഅത്ത് എന്ന ഖുർആനും സുന്നത്തുമാണ്. ബദറിലും മുഹദിലും സഹാബാക്കൾ പോരടിച്ചത് അതിനുവേണ്ടിയാണ്. അതിനുവേണ്ടി സഹായിക്കുക. നാളെ പാലക്കാട് സമസ്ത നടത്തുന്ന പരിപാടിയിൽ നിങ്ങൾ എല്ലാവരും എത്തിച്ചേരുക. എല്ലാവരും ദുആയിൽ മറക്കരുത് എന്ന വസിയത്തോടുകൂടി ഈ പ്രതികൂലമായ കാലാവസ്ഥയെ മറികടന്ന് ഇവിടെ എത്തിയ നിങ്ങളുടെ സ്നേഹത്തിന് ഒരിക്കൽ കൂടി തലകുനിച്ചുകൊണ്ട് ഈ സ്നേഹം അല്ലാഹു നിലനിർത്തി തരട്ടെ. നിങ്ങളുടെ ദുആയിൽ മറക്കരുത്. ഇഖ്വാനി വഖുൽ لا تنسوني من صالح دعائكم مع التحية والسلام. أخوكم في الإسلام أحمد كبير. السلام عليكم ورحمة الله تعالى وبركاته. KL 53B 4754 കാറ് എത്രയും പെട്ടെന്ന് മാറ്റണം. റോഡ് ബ്ലോക്ക് ആയിട്ടുണ്ട്. KL 53B 4754. അസ്സലാമു കരിങ്കലത്താണി നെല്ലിപ്പറമ്പിൽ മമ്പൗലുലും മദ്രസ 50ാം വാർഷിക മഹാസമ്മേളനം നടക്കുന്നു. ഏപ്രിൽ 27,